നമസ്കാരം 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 വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാട്ടോ. നമുക്ക് എന്താ പറയാ, ആളെ അടിവരെ ഇട്ട് വിളിക്കാൻ നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരം കേട്ടിരിക്കാൻ തന്നെ. നമ്മുടെ ഏവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ടീം വൺ ഓഫ് ദ ഫേവറേറ്റ് ആശ ചേച്ചിയാണ്. നമസ്കാരം. നമസ്കാരം ചേച്ചി. നമസ്കാരം. എനിക്കത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചേച്ചി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് പലരും എന്താ കുലസ്ത്രീ എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടാഗ് ലൈനൊക്കെ കൊടുക്കെങ്കിലും ചേച്ചി പറയുന്ന പല കാര്യങ്ങളും ഭയങ്കര രസമാണ്. അത് ഫ്രെയിമിങ് ആയിക്കോട്ടെ, കേട്ടിരിക്കാൻ രസമാണ്. നല്ലൊരു അമ്മയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ പേരന്റിങ്ങും അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്ന രീതി, പറഞ്ഞു കൊടുക്കുന്ന രീതി, എല്ലാ ഇന്റർവ്യൂസും കേൾക്കുമ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത് യു ആർ എ സോ ഗുഡ് മദർ. താങ്ക് യു സോ മച്ച്. അത് തന്നെയാണല്ലോ എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ ആശകൾ 1000 പുതിയ മൂവി ഇപ്പൊ റിലീസ് ആകാൻ പോവുകയാണ്. അതിന്റെ ടീസറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഫീൽ ഗുഡ് ഒരു വൈബാണ് കിട്ടുന്നത്. പിന്നെ ജയറാമേട്ടൻ, കാളിദാസ്, പിന്നെ ചേച്ചിയുടെ വൈബ്. എന്താണ് ആശകൾ 1000? ആശകളായിരം വെച്ചാൽ എല്ലാവർക്കും ആശകളായിരമല്ലേ, എല്ലാവർക്കും ആഗ്രഹങ്ങൾ 1000ആണ്. അപ്പൊ അതുപോലെ ആഗ്രഹങ്ങൾ 1000 ഒരു കുടുംബത്തിന്റെയും ഒരുപാട് ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു സിനിമയാണ്. നിങ്ങളെ പോലുള്ളവരൊക്കെ ആ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. സിനിമയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, ചേച്ചിക്ക് ഇനിയുണ്ടോ ആശകൾ 1000? ആശയ്ക്ക് ആശകൾ ഉണ്ടാവാതിരിക്കോ? ഈ കൗണ്ട് എടുക്കുമ്പോ തന്നെ 1000+ ആശകളുണ്ടോ ഇപ്പോഴും മനസ്സിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സ്വപ്നങ്ങൾ കണ്ട അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ ഓഫ് കോഴ്സ് എന്തൊക്കെ സംഭവിക്കുന്നു അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ആളല്ല. എൻ്റെ ഒരു കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കര സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ. ഓഫ് കോഴ്സ് ഹാപ്പിനെസ് എന്നല്ലേ, ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ട ആഗ്രഹങ്ങൾ അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ആയി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, നടന്ന ഒരു ആഗ്രഹം, അങ്ങനെ ചേച്ചി സ്വപ്നം ഇങ്ങനെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് നടന്നേക്കുന്ന ഒരു ആഗ്രഹം എന്താണ്? ഇപ്പൊ ഡാൻസ്, ഫിലിം അതൊക്കെ നമുക്കറിയാം, അല്ലാതെ നമുക്ക് അറിയില്ലാത്ത ഒരുപാട് മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹമായിരിക്കാം, പക്ഷെ അത് എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ ഒരു ആഗ്രഹം ചോദിച്ചാൽ നടന്ന ആഗ്രഹം എന്തായിരിക്കും? അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എത്രയോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നേരത്തെ അവസാനം നമ്മൾ നൃത്തത്തിൽ എന്നും എത്തുന്നു പറയുന്ന പോലെ എപ്പോഴും നമുക്ക് മോഹിക്കുന്ന പല പല വേദികൾ ഉണ്ടാവും. എക്സ്പെക്ട് ചെയ്യും നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു വേദിയിൽ കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ചില വേദികൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. പിന്നെ സിനിമകളെ പറ്റി അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നാലും അവസാനം എങ്കിലും എല്ലാം അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയാനല്ലോ. ഒരുപാട് കാര്യങ്ങളിൽ വാട്ട് ഈസ് ഹാപ്പൻ എന്നുള്ളത്, വാട്ട് ഹാപ്പൻഡ് എന്നാണ്, അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അധികം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ പറയാൻ ഇല്ല ആക്ച്വലി. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ഭയങ്കര അങ്ങനെ ഇല്ല എനിക്ക്. അതുകൊണ്ട് കുഴപ്പമാണോ? പക്ഷെ ചേച്ചിക്ക് എല്ലാം ദൈവ സഹായിച്ചെല്ലാം വരുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. സന്തോഷം സങ്കടവും എല്ലാം കഴിഞ്ഞ എല്ലാം മിക്സ്ഡ് ആണല്ലോ ലൈഫ്, അത്രേ ഉള്ളൂ. ജയറാമേട്ടൻ ആൻഡ് കാളിദാസ് ആയിട്ടുള്ള ഒരു വൈബ് എങ്ങനെ? ഞാൻ ജയറാമേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ ചേച്ചിയുടെ പുറകെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തി നടന്ന ഒരു വ്യക്തിയാണോ? ആര് പറഞ്ഞു? ഈശ്വര പുറകെ നടന്നു എന്നൊക്കെ, ചെരുപ്പ് തേനു എന്നൊക്കെ ഇങ്ങനെ ജയറാമേട്ടൻ തമാശക്ക് അതൊരു അവാർഡ് ഫംഗ്ഷനില് അതിനു മുമ്പ് പറയാണ്, ജയറാമേട്ടൻ എന്റെ നെയ്ബറാണ്. എന്റെ വീട്ടില് ഞങ്ങൾ രണ്ടുപേരും പെരുമ്പാവൂരാണ്. അതിന്റെ ഒരു പെരുമ്പാവൂരുകാർക്കായിരിക്കും ഈ സിനിമ ഇറങ്ങാൻ ഏറ്റവും സന്തോഷം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നതിന്റെ സന്തോഷം. പെരുമ്പാവൂരാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്, വളരെ അടുത്താണ് വീട്. ജയറാമേട്ടന്റെ അനീത്തി എന്റെ കോളേജ് മേറ്റ് ആണ്, മഞ്ജു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ജയറാമേട്ടൻ സിനിമാ നടനാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം പോലെ സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോടെ, അങ്ങനെ ആ ആഗ്രഹമല്ലേ സിനിമാ നടനെ കാണണമെന്നുള്ള ആഗ്രഹം, ആശകളായിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ള ആദ്യത്തെ സിനിമാ നടൻ, ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഫിലിം ആക്ടർ എന്ന് പറയുന്ന ഒരാള് ജയറാമേട്ടനായിരുന്നു. ഓഫ് കോഴ്സ് ഞങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്നു, തൊട്ടടുത്ത് സിനിമാ നടനെ കാണുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം പറയുന്ന അപ്പൊ ഒരു ഫിലിം അവാർഡിന് ചെന്നപ്പോ ഒരു തമാശക്ക് ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇതൊക്കെ. ജയറാമേട്ടൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണ്, അല്ലാണ്ടൊന്നുമില്ല, ചുമ്മാ തമാശക്ക് ഉണ്ടാക്കി. അപ്പൊ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ നോക്കൂ, ജയറാമേട്ടന്റെ അല്ലേ വൈഫായി ജയറാമേട്ടന്റെ മോന്റെ അമ്മയായിട്ടും കൂടെ അഭിനയിക്കുന്നു. അന്ന് അവരൊക്കെ അല്ലേ ഭയങ്കര
സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മള് ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും നമുക്ക് ആദ്യമായിട്ട് ആ വീട്ടിന്റെ പുറത്തു കൂടെ പോകുമ്പോൾ നമ്മൾ ജയറാമിന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ആളായിരുന്നു ഞങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം. ഈ നമുക്ക് എല്ലാം മനസ്സിൽ ജയറാമേട്ടനും കാളിദാസൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമ്പോൾ ഒരു സുഖമാണ്. അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ എടുത്ത് ഇങ്ങനെ ആ മൂവി കാണും. അപ്പൊ അതിനുശേഷം ജയറാമേട്ടനും കാളിദാസൻ ഇങ്ങനെ ഒരു ആശകളായിരം അതിന്റെ ടീച്ചർ ഇറങ്ങിയപ്പോ തന്നെ ഒരു ഫൺ, അവരുടെ ഒരു വൈബൊക്കെ വർക്ക്ഔട്ട് ആയി. അതിന്റെ ഒപ്പം ആശ ചേച്ചിയുടെ ഡയലോഗും എങ്ങനെയാണ് അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആശകളായിരത്തിൽ? ഭയങ്കര അച്ഛൻ മോൻ എന്നുള്ളതൊരു ഭയങ്കര ഒരു സുഹൃത്തുക്കളെ പോലെ. അച്ഛൻ മോൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, അശ്വതിയും കൂടെ പറയണം, പാർവതിയും കൂടെ പറയണം. ഒരു ഭയങ്കര വൈബാണ്. ലൊക്കേഷനിൽ വരുമായിരുന്നു പാർവതി. അപ്പം ആ ഒരു കെമിസ്ട്രി നമുക്ക് ലൊക്കേഷനിലുള്ള അതേ കെമിസ്ട്രി നമുക്ക് സ്ക്രീനിൽ നമുക്ക് കിട്ടുമായിരുന്നു. കണ്ടിരിക്കില്ല, ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കും ഒരു കൗതുകമായിരുന്നു, ഇവരെങ്ങനെയായിരിക്കും അഭിനയിക്കുന്ന സീൻസ്, എങ്ങനെയാ അവരത് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ആക്ഷൻ പറയുമ്പോൾ നമുക്ക് അച്ഛൻ മകൻ അമ്മ മകൾ എന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ ആ ഒരു രസമായിരുന്നു ഇവർ നമ്മൾ അഭിനയിക്കുന്നതാണ്, തമാശ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ വീട്ടില്, ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ എന്റെ ഒരു കുസൃതിക്ക് ഞാൻ ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും അമ്മയാണ്. കാളിദാസൻ നല്ലൊരു മോനാണ്. നല്ലൊരു മോനെ ഉദ്ദേശിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. ഭയങ്കര നമുക്ക് ഭയങ്കര വാത്സല്യം തോന്നുന്ന, ഒരു അമ്മമാർക്ക് ഒരു വാത്സല്യം തോന്നുന്ന, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. ഞാനും കണ്ണാന്നാ വിളിക്കുന്നത്. കണ്ണൻ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ആയിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മോൻ തന്നെയാണോ, അങ്ങനെയാണ് നമുക്ക് തോന്നാം. എന്റെ രണ്ടാമത്തെ മോള് അമ്മു വരുമായിരുന്നു ലൊക്കേഷനിൽ. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മുവിന് ചില കുശുമ്പ് വരെ വരുമായിരുന്നു ഞാനിങ്ങനെ കണ്ണനെ പറ്റി പറയുമ്പോ. ഇപ്പൊ ചോദിക്കാ, ചേച്ചിക്ക് 2 പെൺമക്കളാണ്. അപ്പം എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ഒരു മോൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് മോൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു ആൺകുട്ടി വേണം എന്നുള്ളത്. അത് എന്തിനാ പെൺകുട്ടിയും ഓഫ് കോഴ്സ് 2 പെൺകുട്ടികളെ വേണം. എനിക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഒരു മോൻ ഉണ്ടായേക്കൊള്ളാന്ന് എവിടെയോ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് മോൻ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണാ എന്ന് വിളിക്കും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ മോളെ കല്യാണം കഴിച്ചത് എന്റെ മോൻ തന്നെയാണ്. മോൻ എന്നാണ് വിളിക്കുന്നത്. ആ മോനെ ഞാൻ കണ്ണാന്നാ വിളിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കണ്ണനും. ഈ ഉത്തര വന്നിട്ടുണ്ടായിരുന്നു സെറ്റില്. ഉത്തരയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, പഠിക്കുകയാണ് ഇപ്പോഴും. കീർത്തന വരുമായിരുന്നു. കീർത്തന നാട്ടിലുണ്ടായിരുന്നു, കീർത്തന വരുമായിരുന്നു. ഇപ്പൊ കീർത്തന ഈ കണ്ണനെ സ്നേഹിക്കാൻ കാളിദാസനോട് ഇങ്ങനെ നല്ല മോനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കുശുമ്പ് എന്തായിരിക്കും? നല്ല കുശുമ്പുണ്ടായിരുന്നു അമ്മൂന്. ശരിക്കും നല്ല കുശുമ്പുണ്ടായിരുന്നു. ലൊക്കേഷനിലെ കണ്ണൻ മാത്രമായിരുന്നില്ല, കുറെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മോളായിട്ട് അഭിനയിക്കുന്ന സൂര്യ ഉണ്ടായിരുന്നു. പിന്നെ ഭാഗി എന്ന് പറഞ്ഞ വേറൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട്. കുറെ കുട്ടികളുണ്ട് ഇതിനകത്ത്. ഇഷാനിയുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെല്ലാവരും ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു യങ് വൈബ്, ഒരു ജെൻസി വൈബ് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ മുഴുവൻ. ഞാനും ഒരു പകുതി ജെൻസി മദർ ആയതുകൊണ്ട് എനിക്ക് ഇവരായിട്ട് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതെ, ചേച്ചി ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു, ഒരമ്മയായി. പക്ഷേ എപ്പോഴും പല വൈബ് ഭയങ്കര രസമാണ് ചേച്ചി. ഇപ്പൊ മോളായിക്കോട്ടെ, ഇപ്പൊ മരുമോനായിട്ട് നമ്മൾ ഇൻസ്റ്റയില് തുറന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മരുമോനായിട്ട് വൈബ് തോന്നിപ്പിക്കുന്ന ഒന്ന് ആശ ചേച്ചിയും പിന്നെ താര കല്യാണി ചേച്ചിയാണ്. മരുമക്കളെ സ്വന്തം മകനെ പോലെ, അല്ലെങ്കിൽ അവരൊരു ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ മോളുടെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ വളരെ റയറസ്റ്റ് ഓഫ് റയർ. നമുക്ക് സ്വന്തം അമ്മ ഒരു ഫീല് കിട്ടിയാലാണ്. ഇപ്പൊ ചേച്ചിയുടെ ഇൻസ്റ്റ തുറന്നാലും ഇപ്പൊ ഉത്തരയുടെ തുറന്നാലും നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഡാൻസ് ആയിക്കോട്ടെ, ശരത്തേട്ടന്റെ ഡാൻസ്. അതെ, അയ്യോ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു റീലും പാവട്ടോ, എങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരത്തേട്ട പാവട്ടോ, നിങ്ങൾ എല്ലാവരും ഹെവി കോസ്റ്റ്യൂമില്, പാവത്തിന് ഇച്ചിരി സ്ഥലമുള്ളൂ, പക്ഷെ ഭയങ്കര രസമാണ്. അതൊന്നും പ്ലാൻ ചെയ്തൊന്നും ചെയ്യണം. ശരിക്കും പറഞ്ഞ ഈ റീൽ എടുക്കുന്നൊന്നും എന്റെ പരിപാടിയല്ല. ഞാനും ഇതും തമ്മിലൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഈ പ്രോഗ്രാം കഴിയുമല്ലോ, ഷോ കഴിയുമ്പോഴാണ്. ഷോയ്ക്ക് മുമ്പ് വന്നാൽ ഞാൻ ഓടിക്കും പങ്കുനെ. നമ്മൾ ആ സ്റ്റേജിൽ കയറണം, കളിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡ് ആണ്. ഞാനൊക്കെ ഇപ്പോഴും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പോലെയാണ് ഓരോ സ്റ്റേജും എനിക്ക് തോന്നുന്നത്. അപ്പൊ തുടങ്ങുന്ന മുമ്പ് ഞാൻ സമ്മതിക്കാറില്ല, പറ്റില്ല, എനിക്ക് ഓടിക്കും ഞാൻ. അപ്പൊ കഴിഞ്ഞ് കഴിയുമ്പോ ഒരു റീലൊക്കെ ആയിട്ട് വരാം, അമ്മ നമുക്കിത് ചെയ്താലോ. അപ്പം ശരത്തേട്ടനോട് അച്ചാന്ന് ഇവര് ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ പരിപാടികളൊക്കെ. ശരത്തേട്ടൻ ഡാൻസ് ആയിട്ടൊന്നും ബന്ധമില്ല. പിന്നെ പക്ഷെ ഞങ്ങൾ ആ ഒരു വി എൻജോയ് ദ വൈബ്. കുട്ടികളുടെ ഒരു സന്തോഷം, അവരുടെ കൂടെ കൂടുക, നമ്മൾ അവരിലൂടെ ജീവിക്കാണല്ലോ. ഈ ഒരു ജനറേഷനിലൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. നമ്മളും ഒരു യങ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ റീലും ഒക്കെ ഈ വക കലാപരിപാടി, ഈ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുന്നത് ഒരു ഫൺ. ആസ് എ മദർ 2 മക്കളുടെ ആശകളെല്ലാം നിറവേറ്റി കൊടുത്ത ഒരു അമ്മയും അച്ഛനും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആശ ചേച്ചിയുടെ?
അവരുടെ ആശകൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് എന്തെന്ന് ഞാൻ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്. എനിക്ക് വേണ്ടത് ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല. ഈവൻ ഡാൻസ് അടക്കം അവർക്ക് എപ്പോ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യമേ ചെറുതിലെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ വേണ്ട കാലുവേന എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ലതം അവർക്ക് എപ്പോ കംഫർട്ടബിൾ ആവുമോ അപ്പൊ പഠിപ്പിക്കാമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവർക്ക് എന്താണോ വേണ്ടതെന്ന് അവരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ അവർ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അവരുടേതായിട്ടുള്ള അവർ കുറച്ചുകൂടി മെച്ചൂർ ആകുമ്പോൾ അവർക്ക് അറിയാലോ അവർക്ക് എന്താ വേണ്ടതെന്ന്. സോ അവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോഴും അവർക്ക് എന്താ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യം എന്നോടായിരിക്കും പറയണ്ടാവുക. എന്നോടെന്ന് വെച്ചാൽ എന്നോടും ശരത്തേട്ടനോടും ആയിരിക്കും പറയണ്ടാവുക. അത് അവർക്ക് എന്ത് വേണമോ അത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സബലീകരിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടോന്ന് വെച്ചാൽ അത് അവരെ തന്നെ പറയേണ്ടി വരും. പക്ഷെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് ആഗ്രഹമുള്ള അവർക്ക് ഇന്ന സ്ഥലത്ത് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ അവരെന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കാൻ നമ്മളൊരു ശ്രമം ഉണ്ടാവാറുണ്ട്. അല്ല ഞാൻ അത് ചോദിക്കാൻ കാരണം ഉത്തരയുടെ പല ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് എന്താ ഒരു ഫാഷൻ റാമ്പിൽ വർക്ക് ചെയ്യണം, അപ്പൊ അത് നടന്നിട്ടുണ്ട്. ഒരു ഫിലിമിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു, അപ്പൊ ആ ആഗ്രഹം നടത്തി വെച്ചു. അപ്പം എനിക്കൊരു വിവാഹം എനിക്കൊരു പാർട്ട്ണറിനെ ഒരു കൂട്ട് വേണം എന്ന് പറഞ്ഞപ്പോ അത് ഇപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മക്കള് ചോദിച്ചത് അത് അവര് നല്ല ഉദ്ദേശിച്ച് ചോദിക്കുന്നതെല്ലാം തന്നെ നടത്തി കൊടുത്ത ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ശ്രമിക്കാറുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെ അവരും അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള കുട്ടികളല്ല കേട്ടോ. മോശപ്പെട്ട കാര്യങ്ങൾ വേണം അങ്ങനെ പറയാറ് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും പറയുന്നവരും അല്ല. ഒരു വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്ന രണ്ട് പിള്ളേരുമാണ്. എനിക്കിപ്പോ അവർക്ക് പറ്റാത്തൊരു കാര്യം എനിക്ക് പറ്റാത്തൊരു കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ലല്ലോ, എന്നാൽ കഴിയാത്തത്. പക്ഷെ അവർക്ക് അറിയുന്ന രീതിയിൽ ഒതുങ്ങി നിന്ന് വേണ്ടത് അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു ഫണ്ണായിട്ട് ജീവിതത്തിനെ കാണാൻ നോക്കാറുണ്ട് അവരുടെ കൂടെ. അതെ ഓക്കെ. ഈ ചേച്ചി ഇപ്പം ചേച്ചിക്ക് വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് മൂവി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടില് സമ്മതിക്കാതെ ചേട്ടന്മാര് അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ ചേട്ടന്മാര് സമ്മതിക്കാത്തതുകൊണ്ട് അഭിനയം വേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ തീരുമാനം എടുത്തില്ല, അവര് തീരുമാനിച്ചു ഞാൻ അനുസരിച്ച്. അപ്പൊ ഇപ്പത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പൊ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ? അതൊരു ആഗ്രഹമായിട്ട് ചേച്ചി അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത് അന്നത് പറ്റാത്തതിൽ ഒരു കുട്ടിയുടെ മനസ്സ് ചിലപ്പോൾ തീർച്ചയായിട്ടും വേദനിച്ചിട്ടുണ്ടാവും, എനിക്ക് പറ്റിയില്ലല്ലോ. പക്ഷെ അതിനുശേഷം അത് പറയുമ്പോഴാണ് എന്നെ ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്ന ജയറാമേട്ടനാണ്. കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. ഇപ്പൊ പെരുമ്പാവൂരുള്ള ഒരു കുട്ടിയെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമലദളം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് ആശയ വിളിക്കുന്നുണ്ട്. ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന പ്രണവ് ആർട്സിന്റെ ചിത്രമാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നത് ജയറാമേട്ടനാണ്. ആക്ച്വലി ആ കാലത്ത് ആദ്യമായിട്ട് സംഭവിച്ചില്ല, സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അച്ഛനമ്മയെ സമ്മതിച്ചില്ല. പക്ഷെ അത് സംസാരിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് ആദ്യമായിട്ട് ആ സിനിമ എന്നുള്ള എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയാനൊക്കെ സാധിച്ചത്. അന്നത് നടന്നില്ല, അന്ന് ചിലപ്പം അത് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാം ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനങ്ങനെ വലിയ ദുഃഖമൊന്നുമില്ല, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്തെങ്കിലും പരിഭവങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാത്ത കൂട്ടത്തിൽ ഇപ്പം ഒരുപാട് എന്താ പറയാ അച്ഛനും അമ്മയും പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിച്ച ഒരു കുട്ടിയാണ്. ഇപ്പൊ ബ്രദേഴ്സ് പറയുന്ന അനുസരിച്ച് മാത്രം ജീവിച്ച ഞാൻ മാത്രമല്ല ആ കാലത്തുള്ള എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചേച്ചി ഫിലിമിംഗ് യൂസ് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ ഓപ്പൺ അപ്പ് അയക്കുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേനും അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും നല്ല കുട്ടിയായിരുന്നു. അത്ര നല്ല കുട്ടി എന്ന് വെച്ചാൽ അത് ആ കാലത്തുള്ള മോൾക്ക് അറിയാത്തോണ്ട് ആ കാലത്തുള്ള ഒട്ടുമിക്ക കുട്ടികളും എന്നെ പോലെ ആയിരിക്കും. കാര്യം അച്ഛനമ്മമാര് പറയുന്നത് ആണ് നമ്മൾ അനുസരിക്കേണ്ടത്. അങ്ങനെ വേറൊരു ഒരു ഒരു നമുക്ക് തിരിച്ചു പറഞ്ഞില്ല എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയാനുള്ള ഒരു അങ്ങനെ ആ കാലത്ത് വളരെ കുറവായിരിക്കും. ഓക്കെ. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ചേച്ചി എങ്ങനെയാണ് ഇപ്പൊ ഉത്തരയുടെയും ഇവരുടെ കാര്യത്തിൽ വരുമ്പോ ഇളയമോളുടെ കാര്യത്തിൽ പേരന്റിങ് വരുമ്പോഴത്തേനും ഇപ്പൊ ചേച്ചിയുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു പേരന്റിങ് നമുക്ക് ആ കിട്ടുന്ന ഒരു പേരന്റിങ് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവൂല ആ ഒരു പേരന്റിങ്ങിന്റെ ഇത്. അപ്പൊ ഉത്തര എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മ ഇപ്പോഴും ആ കാലഘട്ടത്തിലാണോ, എന്താ അമ്മേനെ അങ്ങനെ ഞങ്ങളൊന്ന് വളർത്തണ്ട അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ. കാരണം ഞാൻ അങ്ങനെ അവരെ സഫോക്കേറ്റ് ചെയ്യാറില്ല. അവർക്ക് വേണ്ടത് അവരോടുകൂടി അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എപ്പോഴും കുട്ടികളെ അവരൊരു കുട്ടിയാണെന്ന് പറഞ്ഞു കേൾക്കണം എന്നുള്ളതിലുപരി അവർക്ക് കൂടെ ഒരു സേ ഉണ്ട്. പക്ഷെ കുഞ്ഞുവാവയാകുമ്പം അവർക്ക് അറിയില്ല, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരുത്തുമില്ല എന്നല്ല, അങ്ങനത്തെ അമ്മയാണ് ഞാൻ. പക്ഷെ എങ്കിലും അവർക്ക് പറയാനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഒരു പ്രോബ്ലത്തിൽ പെട്ടാൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാണെന്ന്
അവരെ ആദ്യമേ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റ് ചെയ്തു അയ്യോ അമ്മയോട് പറയണ്ടെന്നുള്ളതല്ല, അമ്മയോട് പറയണം എന്നുള്ള രീതി. അങ്ങനെ ഒരു പേരന്റിങ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരന്റിങ്ങിലാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച ആൾ അങ്ങനെയായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര കൂളായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കര കൂളാണ് ശരത്തേട്ടൻ. അപ്പൊ അതുകൊണ്ട് കൂടിയൊക്കെ ആയിരിക്കാം ചിലപ്പോ അങ്ങനെ ഈ ആശകൾ ആയിരത്തിലേക്ക് വരുന്നതിന് മുന്നേ ചേച്ചിയും ഉത്തരം ചെയ്തൊരു മൂവി ഖെദ. ഓക്കെ, അന്ന് ഞാൻ പ്രൊണൗൺസ് ചേച്ചി ഇതുപോലെ എന്നെ തിരുത്തിയായിരുന്നു. അപ്പൊ അന്ന് ഇറങ്ങിയപ്പോ വലിയ കോളിളക്കം, അങ്ങനെ ഇത്രയും ഡിസ്കഷനും കാര്യങ്ങളും വന്നില്ല. പക്ഷെ ഇന്ന് OTT നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ്. ഒരുപാട് ഡിസ്കഷൻസ് ആ ടോപ്പിക്കിൽ വരുന്നു. സോ ഇപ്പൊ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ആ മൂവിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ OTT ഇറങ്ങുമ്പോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഇതൊരു കോവിഡ് സമയത്ത്, മോൾക്ക് ഓർമ്മയുണ്ടാവും, കോവിഡ് സമയത്ത് എന്റെ വീടിന്റെ, ഞാൻ താമസിക്കുന്ന ഇപ്പൊ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതിന്റെ തൊട്ടടുത്താണ് ഷൂട്ട് ചെയ്തത്. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് പോയി വരാൻ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മനോജ് ഖാന സാറിനോട് വേണ്ടി സാർ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഷൂട്ട് ചെയ്തതാണ്, ഇവിടെ വന്നപ്പോഴാണ് പങ്കുവിനെ കണ്ടത്. അങ്ങനെയാണ് പങ്കു അഭിനയിച്ചത്. അന്ന് ഈ സബ്ജക്ട് കേട്ടിട്ടാണ്. ഈ സബ്ജക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് 2 ദിവസത്തിലൂടെ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ 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 ജീവിതങ്ങളാണ്. അങ്ങനെ ആ ഒരു ത്രെഡിൽ നിന്നാണ്, ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. കാര്യം ഇത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു സിനിമയിലൂടെ, അല്ലെങ്കിൽ ഏതാണോ നമ്മളുടെ മീഡിയം. പല കാര്യങ്ങളും ഞാൻ എന്റെ നൃത്തത്തിലൂടെ പറയാൻ ശ്രമിക്കാറുണ്ട്, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല സബ്ജക്ട്സ്. അതെനിക്ക് നൃത്തത്തിലൂടെയാണ് എനിക്ക് സ്വയം ചെയ്യാൻ പറ്റും. സിനിമയിൽ അത് സാധ്യമല്ല, മറ്റൊരു സംവിധായകന്റെ കീഴിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു സബ്ജക്ട് കേട്ടപ്പോ വളരെ ആഗ്രഹത്തോടു കൂടി ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ അത് ഒരു തിയേറ്റർ മൂവിയാണോ എന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ അത് അത്ര നന്നായി പോയില്ല ആ സമയത്ത്. പക്ഷെ ഒരു സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഒരാൾ ജീവിച്ചിരുന്ന, ഇപ്പൊ ഞാൻ ചെയ്ത സവിത എന്ന് പറയുന്ന കഥാപാത്രം ജീവിച്ചൊരു സ്ത്രീയുടെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് അത് ജനങ്ങൾ അറിയണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെങ്കിലും ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊന്നു, എങ്ങനെ കൊന്നു, എങ്ങനെയാ കൊന്നത് എന്ന് ചിലപ്പോൾ പലപ്പോൾ അതിന്റെ ബാക്ക് സ്റ്റോറി അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അന്ന് ഈ സിനിമ ചെയ്തത്. ആക്ച്വലി ആ സിനിമ ഞാൻ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാണ്ട് ചെയ്ത സിനിമയാണ്. കാര്യം മനോജ് ഖാന സാറിനെ പോലൊരു സംവിധായകന് കുറച്ചുകൂടെ ഒരു OTT പ്ലാറ്റ്ഫോം അന്ന് അത്ര പോപ്പുലർ അല്ല, തിയേറ്ററിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരുപാട് പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ബെൻസി പ്രൊഡക്ഷൻസ് ആണ് സാറിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തത്. എങ്കിലും ഒരു തിയേറ്ററിൽ ഒരു കളക്ഷൻ വരുമോ എന്നൊന്നും അറിയില്ല സാറിനെ പോലെ ഒരാൾക്ക്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഞാനത് കലയോടുള്ള ഒരു ബഹുമാനം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അന്ന് അത് നന്നായി പോവാതെ ഇപ്പം അയ്യോ കഷ്ടമായി പോയി എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇന്നത് OTT മനോരമ മാക്സിൽ നമ്പർ 1 ആണെന്ന് കേൾക്കുമ്പോൾ, അത് ജനങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ശരിക്കും സന്തോഷം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. വലിയ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ജനങ്ങൾ ഇപ്പൊ OTT വന്നപ്പോ ഡിസ്കഷന്റെ ഭാഗമായിട്ട് 2 തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ആശ ചേച്ചീനെ പോലെ ഇപ്പം മോളുടെ ഫസ്റ്റ് മൂവിയാണ് ഉത്തരയുടെ. അപ്പൊ മോളായിട്ട് ഈ മൂവി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോളായിട്ട് ഈ ക്യാരക്ടർ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കുറച്ച് പേരിങ്ങനെ കമന്റ്സിലും ഇതിലൂടെ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, അങ്ങനെ എപ്പോഴെങ്കിലും ചേച്ചിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അതൊരു അഭിനയമല്ലേ. അഭിനയം എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ മാറി വരുന്നു. ഇപ്പൊ ഉത്തര അല്ലെങ്കിൽ മറ്റൊരു ഉത്തര, അത് അത്രേ ഉള്ളൂ. ആക്ടേഴ്സ് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ ഇതിനകത്ത് കണ്ണനും ജയറാമേട്ടനും അഭിനയിക്കുമ്പോൾ അവർ അച്ഛനും മകനും ആക്ഷൻ കട്ടിന്റെ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ആരുമല്ല. ഞങ്ങൾ അവിടെ അച്ഛനും മകനും അമ്മയും മകളും ഒന്നുമില്ല. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു റിലേഷനിൽ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നുമില്ല. അതൊരു കഥാപാത്രം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ സംസാരിക്കുമ്പോൾ, ഡിസ്കഷനിൽ വരുമ്പോൾ തന്നെ അതൊരു ഒരു വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പോസിറ്റീവ് ഉണ്ടാവാം, ചിലർക്ക് അത് പോസിറ്റീവായി കാണാം. എന്തിനു ചെയ്തു എന്ന് ചോദിക്കാം. ഇത്രയും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അങ്ങനത്തെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലില്ലേ? ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അങ്ങനെ ഞാൻ നോക്കാറേയില്ല കേട്ടോ. കഥാപാത്രം എത്ര നല്ലതാണ്, എത്ര പെർഫോമൻസ് ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. ഇതിലൊരു മോർ ദാൻ പെർഫോമൻസ് ഓറിയന്റഡ് ഈ ഒരു സബ്ജക്ട് അത്രയും സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ട്, സ്ത്രീ എന്ന നിലയിലൂടെ അത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെയും ഉണ്ട് സ്ത്രീകൾ അല്ലെ, ഇങ്ങനെയും ഉണ്ട് സ്ത്രീകൾ എന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് തീരുമാനിച്ചത്. ഇപ്പം ഖെദയിലത്തെ ക്യാരക്ടർ ചേച്ചിയുടെ റിയൽ ലൈഫായിട്ട് ഒട്ടും നമുക്ക് ചില ക്യാരക്ടേഴ്സ് വെച്ചാൽ എന്തെങ്കിലും സിംറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊരു
ലൈക്ക് ഒരു ട്രോമ തരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു, കാരണം ആ സ്ത്രീ ആയിട്ട് ഉൾക്കൊണ്ട് അതിന്റെ എല്ലാം അറിയാം, ആ സ്ത്രീനെ ഒരു റിയൽ ലൈഫാണ്. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും ഇങ്ങനെ ഉണ്ടാവോ, അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ചേച്ചി എങ്ങനെയാണ് അതിൽ നിന്ന് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുവോ, അങ്ങനെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല കേട്ടോ. കാര്യം പ്രത്യേകിച്ച് ഡാൻസർ ആയതുകൊണ്ട് ആയിരിക്കാം. നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഡാൻസിലും ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. പല പല ക്യാരക്ടേഴ്സിനെയല്ലേ നമ്മൾ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ നമ്മളൊരു ഒരു പദം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പല്ലവിയിൽ നമ്മൾ അഭിനയിക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗമായിരിക്കാം. അതിന് അടുത്തതിലേക്ക് പോകുമ്പോൾ അതിന്റെ വേറൊരു വേർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജതികളായിരിക്കാം. സോ ടക്ക് 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 മാറിയാണ് ഡാൻസ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു ക്യാരക്ടർ ചെയ്തു അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക, അങ്ങനെ ഹോണ്ട് ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കഥ ചെയ്യുമ്പോഴും ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ഇമോഷണൽ ആയിട്ട് ആ കഥാപാത്രത്തിനെ കാണുന്നു. അതിന്റെ എല്ലാ ബോഡി ലാംഗ്വേജ് എവറിത്തിങ് വിൽ കം. എല്ലാം നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റണം. അത് ശേഷം നമ്മൾ കട്ടിന് ശേഷം അത് വിട്ടുപോകുന്ന. എനിക്ക് കുറച്ച് വൈറലായതാണ് മകളെ എന്നുള്ള ഒരു ചേച്ചിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം. അതിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ കരയുകയും അത് ചേച്ചിയുടെ ഓരോ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, സ്വന്തം നമ്മൾ എന്താ പറയാ ഭയങ്കര റിയൽ ആയിട്ട്, ഇപ്പൊ ഞാനൊരു അമ്മയായിട്ടില്ല എന്നാൽ കൂടി നമ്മളെ വരെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ചേച്ചി ആ നൃത്തരൂപം ചെയ്തത്. ആ ഒരു അനുഭവം, കാരണം അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണ് നിറച്ച ഒരു കാര്യമാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ സുരേഷിന്റെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്നതും ചേച്ചി അത് കഴിഞ്ഞിട്ട് മൈക്ക് സംസാരിക്കുന്ന ഒരു വിറയിലും ആ ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക് എടുക്കാനും അങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ള എങ്ങനെയാണ് അതിന്റെ ഒരു ചെയ്ത അതേ ഒരു ഇമോഷനിലാണ്. അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്കിപ്പം ഇങ്ങനെയും ഉണ്ട് സ്ത്രീകൾ എന്ന് പറയാൻ എനിക്ക് നൃത്തത്തിലൂടെയാണ് ചിലപ്പോൾ പറ്റും. സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിനെ പോലുള്ള സംവിധായകർക്കാണ് പറ്റുക. അതിന്റെ ഒരു വേറെ വേർഷനാണ് മകളെ. കൽക്കട്ടയിൽ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു സംഭവം നടന്നു. നമ്മൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു വർഷം മുമ്പ് കൽക്കട്ടയിലെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ റേപ്പ് ചെയ്തു. ആ ഒരു കഥാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ്. അതൊരു അമ്മയുടെ പെർസ്പെക്റ്റീവിൽ. അതിൽ കുറച്ചുപേര് ചേർന്നിട്ടാണ് ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയത്. ഒരു ഡോക്ടറായിരുന്നു, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്തത്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നമ്മളതെല്ലാം മറന്നു അല്ലെ. എല്ലാവരും തിരക്കിനിടയ്ക്ക് മറന്നു പോകുന്നതാണ്, മനഃപൂർവ്വം അല്ല. പക്ഷെ ഇത് മറക്കാത്ത ഒരാളുണ്ട്, ആ കുട്ടിയുടെ അമ്മ. ആ അമ്മയുടെ പെർസ്പെക്റ്റീവ്, ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക? അമ്മയ്ക്ക് നീതി വേണമല്ലോ. ഇതുപോലെ ഒരു അമ്മ ഇനി ഉണ്ടാവരുതല്ലോ. അതായിരുന്നു മകളെ എന്ന് പറയുന്ന. അതിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പത്രത്തിലൂടെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളെ അത് ഭയങ്കരമായിട്ട് കൊളുത്തും. അന്ന് അങ്ങനെ ഭയങ്കര വേദനിപ്പിച്ചൊരു ന്യൂസ് ആയിരുന്നു അന്ന്. അത് ഒരു എന്റേതായിട്ടുള്ള ഒരു മീഡിയം നൃത്തമായതുകൊണ്ട് അതിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു സുരേഷ് ഏട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി നൃത്തം ചെയ്യുന്നുണ്ട്, സീരിയലിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, ഫിലിം ഉണ്ട്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചേച്ചി ഓരോന്ന്? ഇപ്പം എല്ലാം ഒരു ആർട്ട് ഫോം ആണ്, എന്നാലും അതിനൊക്കെ കുറച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ മേജർ ഡിഫറൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടോ? അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, നൃത്തത്തെ അപ്രോച്ച് ചെയ്യുന്ന പോലെ മതിയോ ഒരു ഫിലിമിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ മതിയോ ഇനി സീരിയൽ അപ്രോച്ച് ചെയ്യാൻ ചോദിച്ചാൽ ചേച്ചിയുടെ ആൻസർ എന്തായിരിക്കും? നൃത്തത്തിന് അപ്രോച്ച് ചെയ്യുന്നത് രീതിയിലല്ല അഭിനയത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നൃത്തം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക്, അഭിനയത്തിന് ഹാർഡ് വർക്ക് വേണ്ടെന്നല്ല, ശരീരത്തിന് അധ്വാനം, നല്ല ശാരീരിക അധ്വാനമുള്ള ജോലിയാണ് നൃത്തം എന്ന് പറയുന്നത്. നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതിനു വേണ്ടി ഇപ്പൊ 2 മണിക്കൂർ ഒരു ഷോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ അതിന്റെ കൊറിയോഗ്രാഫി തീർക്കണം, അതിന്റെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മാത്രമല്ല, നമ്മളൊരു ടീം പീപ്പിൾ ഉണ്ടാവും, കോ ഡാൻസേഴ്സ് ഉണ്ടാവും, പക്കമേളം ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഒരു ഭയങ്കരമായിട്ട് ഹോംവർക്ക് വേണ്ട, ടൂ മച്ച് ഹോംവർക്ക് വേണ്ട ഒരു മീഡിയമാണ് നൃത്തം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഈ 2 മണിക്കൂർ കാണുന്നത്. അത് ടോട്ടലി വേറെയാണ്. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ അഭിനയവും വേറെയാണ്. നൃത്തത്തിലുള്ള അഭിനയം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ സാധാരണ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഇറ്റ്സ് ബിഹേവിങ് അല്ലെ, ഞാൻ മോളോട് സംസാരിക്കുന്ന രീതി. നൃത്തത്തിൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് സംസാരിക്കുന്നില്ലല്ലോ, നമ്മളുടെ കണ്ണുകളിലൂടെയും കൈകളിലൂടെയും പുരികങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ അഭിനയിച്ചുമാണ് ഓരോ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്നത്. പറയാതെ മുഖത്തുകൂടെ കൈകളിലൂടെ പറഞ്ഞു പോകണം നൃത്തത്തിൽ. അഭിനയമാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക്, എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ചുകൂടെ ഈസി ഇസ് ഓഫ് കോഴ്സ് നമുക്ക്
പണി ഭയങ്കര കുറവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ അഭിനയിക്കുമ്പോഴാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ് പഠിച്ച് കഥാപാത്രം എന്തെന്ന് അറിഞ്ഞ് നമ്മൾ അഭിനയിക്കുന്നു. ഓഫ് കോഴ്സ് ഫൈറ്റ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ശാരീരിക അധ്വാനം ഉണ്ടാവും. എങ്കിലും കുറച്ചുകൂടെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സമയമുണ്ട്. നമ്മൾ എൻഡ് റിസൾട്ട് ഒരു 2 മണിക്കൂറിന് സിനിമ കാണുന്നത് ഒരു 10-60 ദിവസം ഷൂട്ട് ചെയ്ത ശേഷം എഡിറ്റ്, കുറെ ആൾക്കാർ ബിഹൈൻഡ് ഉണ്ടല്ലോ. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ആണ് അവസാനം ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ 2 മണിക്കൂർ ഈ 10,500 2000 ക്രൗഡിനെ കൺവിൻസ് ചെയ്യേണ്ടത്. അതൊരു ഭയങ്കര ഉത്തരവാദിത്വം കൂടിയാണ് നമുക്ക് ഒറ്റയ്ക്ക്. സിനിമ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ വർക്ക്, ഒരു ടീം വർക്ക്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. രണ്ടിന് അഭിനയമാണെങ്കിലും കുറച്ചുകൂടെ മറ്റൊരു ബിഹേവിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റത് എല്ലാ എക്സ്പ്രഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഈ ആശകളായത്തിൽ വരുമ്പോഴത്തേക്കും ജയറാമേട്ടന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ സെറ്റിൽ ഭയങ്കര ഫണ്ണായിരിക്കും, കൗണ്ടർ അടിക്കും, കളിയാക്കും പരസ്പരം. വെറുതെ ഇങ്ങനെ ഇതുപോലെ എന്റെ പണ്ടത്തെ സ്റ്റോറീസ്, അവർക്കൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പണ്ടത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്നു ജയറാമേട്ടൻ മറ്റാരോടും പറയാത്ത സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളത് എന്നോടായിരിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള മുഴുവൻ പെരുമ്പാവൂർ കഥകളാണ്. വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് അത് പറയാൻ പറ്റില്ല. പെരുമ്പാവൂർ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ജയറാമേട്ടൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ഏരിയയില് ബ്രാഹ്മണരാണ് കൂടുതലുള്ളത്. കൂടുതൽ ആ ഒരു ബ്രാഹ്മണ ഏരിയയിലാണ് താമസിക്കുന്നത്. ഞാൻ ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളല്ല. പക്ഷെ ആ ഒരു ഏരിയയിലുള്ള മാമിമാരും കുറെ സാമി എന്നാണ് നമ്മൾ അങ്ങനെയുള്ള, ജയറാമേട്ടന്റെ അച്ഛനെയൊക്കെ നമ്മൾ സാമി എന്നും അമ്മയെ മാമി എന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് അവർ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണ് ഞങ്ങളൊക്കെ. എന്നെ പോലെ കുറച്ച് കുടുംബങ്ങളുണ്ട് അവിടെ, അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിനടുത്ത്. സോ അവിടെയുള്ള ഓരോ കുടുംബക്കാരുടെ കഥകൾ, പണ്ടത്തെ കഥകൾ, ഇപ്പോഴത്തെ കഥകൾ, ഞങ്ങളുടെ ഫൈൻ ആർട്സ് സൊസൈറ്റി ഞങ്ങളുടെ അവിടുത്തെ അരുൺകുമാർ സാറിന്റെ അവിടുത്തെ ആനക്കഥകള്, ജയറാമേട്ടന്റെ സ്കൂൾ കഥകള്, പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള 1000 ആളുകളും 1000 കഥകളും ഉണ്ട്. സോ അതൊക്കെ പറയുന്നു. പിന്നെ എല്ലാ ആൾക്കാർക്കും ഈ ചെറിയ ചെറിയ പെറ്റ് നെയിം വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയുന്നത് കൂടുതൽ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ചിരിയും വരും, നമുക്കും ചിരി വരും. ആ സാമി മറ്റേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫുൾ ഷൂട്ട് ഞങ്ങൾ പെരുമ്പാവൂർ ഒന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ്? എല്ലാം എറണാകുളത്തായിരുന്നു. എല്ലാം കൊച്ചി തന്നെയായിരുന്നു. ഓക്കെ. അങ്ങനെ ഇപ്പം ഈ ചേച്ചിനെ പോലെ തന്നെ ഒരു അടിപൊളി പാരന്റിങ് ചെയ്ത 2 വ്യക്തികളാണ് ജയറാമേട്ടനും അശ്വതി ചേച്ചി. കാരണം അവരുടെ മക്കളെ ഓരോ സ്റ്റേജിൽ, ഇപ്പൊ കണ്ണന്റെ ഒക്കെ കല്യാണത്തിന് ജയറാമേട്ടൻ പറയുന്ന വാക്കുകളായാലും അവരുടെ വീഡിയോസ് തന്നെ, അവരെ 4 പേരെ കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആ സൈഡിലെല്ലാം ഭയങ്കര പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഉണ്ടല്ലോ. ഞാൻ കണ്ണനോടും പറയായിരുന്നു, കണ്ണനും ചക്കിയും നല്ല മക്കളാണ്. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ they know how to behave. നല്ലോണം ആരോടാണെങ്കിലും പെരുമാറാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, കോൺവെർസേഷൻ ഉണ്ടാക്കാൻ അറിയാം, ഒരാളെ കംഫർട്ടബിൾ ആക്കാൻ അറിയാം. അതൊക്കെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്, അറിയാതെ വന്നിട്ടുള്ള ക്വാളിറ്റിയാണ് കേട്ടോ. ഒരുപാട് പേർക്കുണ്ട്, പക്ഷെ ഈ 2 കുട്ടികൾക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് കണ്ണനോട്, ഐ എം റിയലി അപ്രീഷിയേറ്റ് നിങ്ങളെ ഇങ്ങനെ ബ്രോട്ടപ്പ് ചെയ്തതിന്. അപ്പൊ എന്നോട് ഭയങ്കര പ്രൗഡ്ലി പറഞ്ഞു, ജയറാമേട്ടനോട് ഞാൻ പറഞ്ഞു, 2 പേരും പറഞ്ഞു ഒരു പേരാണ്, അശ്വതി പാർവതി അമ്മ. ബിക്കോസ് ഇവരൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ജയറാമേട്ടൻ ആ സമയത്തൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ഇവരെ ആ ഒരു പേരന്റിങ് അല്ലേ, എന്ത് രസമായിട്ടാണ് പാർവതി ഇവരെ വളർത്തിയിരിക്കുന്നത്. ചക്കി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, ചക്കിയും വന്നു പോയിരുന്നു. പക്ഷെ കണ്ണന്റെ ഒരു ബിഹേവിയർ പ്രായമായ ആൾക്കാർ വരുമ്പോഴാണെങ്കിലും എന്നോടുള്ള ബിഹേവിയർ ആണെങ്കിലും, ഇപ്പൊ എന്റെ അമ്മു ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, അമ്മുവിനോടാണെങ്കിലും എൻറ്റയർ ക്രൂവിനോടാണെങ്കിലും സച്ച് എ വണ്ടർഫുൾ ചിൽഡ്രൻ. അവരുടെ ആ ഒരു പേരന്റിങ്ങിന്റെ തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാരോടും ചെന്ന് ജയറാമേട്ടനെ കളിയാക്കുക. ഞങ്ങളൊക്കെ തമ്മിൽ 4 ശരത്തേട്ടനും അമ്മും പങ്കും ചേർന്ന് എന്നെയൊക്കെ കളിയാക്കി കൊല്ലും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെയുണ്ട്. അതേപോലെ ഒരു വൈബ് ഞാൻ അവിടെ കണ്ടു. ഇറ്റ്സ് നോട്ട് ജഡ്ജ്മെന്റ് അല്ല, അമ്മയാണ് അങ്ങനെ പറയാൻ പാടില്ല, അച്ഛൻ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു വി 4 ഫ്രണ്ട്സ് എന്നുള്ള ഞങ്ങളുടെ വീട്ടിൽ കണ്ട അതേ വൈബാണ് അവിടെ കണ്ടത്. ഈ കണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കല് ഭയങ്കര ഇതാണ്. ഒളിച്ചും കണ്ടും ഫണ്ണി മൊമെന്റ്സ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരും, അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റേ പാർവതി അശ്വതി പറയും, എനിക്ക് പേടിയാവും ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വെക്കുമ്പോ ഞാൻ ഡീസന്റ് ആയിട്ട് ഇരിക്കും. കാരണം ബർത്ത്ഡേക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ നല്ല ടാഗ് ലൈൻ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല കോമഡി പാട്ടൊക്കെ ഇട്ടങ്ങ് ഇറക്കും.
മക്കളാണ് എന്തായാലും. കണ്ണൻ ഭയങ്കര സ്വീറ്റ് ആണ്. ചേച്ചിയുടെ അടുത്ത് ലൈക്ക് ഇപ്പൊ ഒരു ആൺകുട്ടി ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിക്കുമ്പോഴത്തേനും ചേച്ചി ഇവിടെ വന്നിട്ട് ശരത്തേട്ടനോട് നമുക്കൊരു ആൺകുച്ചിനെ വേണമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇനിയിപ്പോ ഉണ്ടാവില്ല, പക്ഷെ എന്തുകൊണ്ട് അപ്പൊ ചിന്തിച്ചില്ല നിങ്ങള്? അയ്യോ, ഒരു വൻ ചോദ്യം. അറിയണോ കൊച്ചിനെന്ന് പറഞ്ഞ കമന്റ് വരും. ഇനിയിപ്പോ വൈകി പോയില്ലേ, ചെന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ചെന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെ അതെ, നമുക്ക് പങ്കുവിനോട് ചോദിച്ചു നോക്കാം അല്ലെ. ഇതില് നിങ്ങളുടെ രണ്ടുപേരല്ലേ, പങ്കുവിന് ഇളയ സിസ്റ്ററിന്റെ ഇടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് ആയിട്ട് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആർക്കാണ്? കുറച്ചൊക്കെ കുശുമ്പ്, അങ്ങനെ വലിയൊരു കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും. എന്നാലും കുറച്ച് കൂടുതൽ അമ്മൂനായിരിക്കും, രണ്ടാമത്തെ ആൾക്കായിരിക്കും ചെറിയൊരു കുശുമ്പൊക്കെ എവിടേക്കോ. കാര്യം കുറെ വർഷം, 7 വർഷം കാനഡയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുശുമ്പ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതെ, ഇവിടെ നിന്ന് അമ്മയും പങ്കും അല്ലെ, ഇങ്ങനെ ടൈം സോൺ വേറെ ആയിരുന്നു. അപ്പം അവൾ ഉറങ്ങുമ്പോ നമ്മൾ എനിക്ക് അങ്ങനെ ആകുമ്പോ കുറച്ച് സംസാരം എല്ലാ ദിവസവും ഒരു 1-2 പ്രാവശ്യം സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു കുശുമ്പ്. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ എന്നോട് പറഞ്ഞില്ലല്ലോ, ചേച്ചിയോട് പറഞ്ഞല്ലോ, എന്തെങ്കിലും പറഞ്ഞ ചേച്ചിയോട് പറഞ്ഞോന്ന് അന്വേഷിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. പണിയൊക്കെ നടത്തിയിട്ടാ ഇതെന്താ അമ്മ എന്നോട് പറയാം, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു കുശുമ്പ് ചെറുതായിട്ടൊക്കെ. ലൈക്ക് ഇപ്പൊ ഒരു ബ്രദർ ഇൻ ലോ കിട്ടിയേക്കാണല്ലോ അമ്മൂന, അവർ രണ്ടുപേരുടെ വൈബ് എങ്ങനെയാണ്? ഭയങ്കര വൈബാണ്. ആദ്യം ഭയങ്കര ചില്ലാണ്. ആദ്യം ഇപ്പൊ അതുകൊണ്ട് എനിക്കൊരു ആൺകുട്ടി ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇല്ലാത്തത് ചിലപ്പോ ആദ്യം ഉള്ളത് കൊണ്ടായിരിക്കും. ഒരു ഭയങ്കര വൈബാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ചേച്ചിയെ അവർ രണ്ടുപേരും നല്ല എല്ലാവരും. ആദ്യം ഞങ്ങളുടെ റീലിലൊക്കെ ഡാൻസ് അല്ലാണ്ട് തന്നെ മറ്റേ ഉത്തരയുടെ റീൽസ് നോക്കിയിട്ട് അതെല്ലാം പങ്കു ചെയ്യിക്കുന്നതാണ് കേട്ടോ, ആദിനെ കൊണ്ട് പിടിച്ച് ചെയ്യിക്കുന്നതാണ്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആദിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതിന് കൂടുന്ന അച്ഛനും അമ്മയാണ്. സത്യം സത്യം. ഇപ്പം വീണ്ടും ഇപ്പം ഈ ലൈക്ക് ചേച്ചിക്ക് ഒറ്റ നിർബന്ധം ഉണ്ടോ, മക്കള് ഫിലിമിൽ വന്നോ എന്ത് ചെയ്തു, പക്ഷെ അവർക്ക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. ഇപ്പൊ വീണ്ടും ഉത്തരം വീണ്ടും പഠിക്കാൻ ചേരുന്നു. ഓൾറെഡി മാസ്റ്റർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളെല്ലാം തീർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ പഠിക്കാൻ ചേരുന്നു. അപ്പൊ ആസ് ഒരു അമ്മ എന്ന നിലയിൽ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമല്ലോ. ഇപ്പൊ കെട്ടിച്ചു വിട്ടതാണ്, അപ്പൊ അവിടെ നിന്നുള്ള സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നൃത്തം പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കൽ പോലെയല്ല, കുറെ തിയറി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് തിയറീസ് ഉള്ളതാണ്. അപ്പൊ അതെങ്ങനെയാ ഫസ്റ്റ് ഉത്തരം പറഞ്ഞപ്പോ എങ്ങനെയാ, എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഞാൻ ഇവരെ ഈ മോള് പറഞ്ഞില്ല കെട്ടിച്ചു വിട്ടു എന്നുള്ളൊരു, ഞാൻ ഒരിക്കലും ഇവര് കല്യാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ വിട്ടു അങ്ങനെ ചിന്തിക്കാറേ ഇല്ല കേട്ടോ. ഒരു പാർട്ട്ണർ വേണം, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുന്ന സമയത്ത് ഒരു പാർട്ട്ണർ വേണം. അതുകൊണ്ട് ഷീ ഗോട്ട് എ പാർട്ട്ണർ. നമ്മൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന ആഗ്രഹത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച ആളാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ ഹാപ്പി, ദേ ആർ ടുഗദർ. അത് വിട്ടുപോയി എന്ന് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പോയി അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ഞാൻ പറയാറുമില്ല. അപ്പൊ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ദേ ഷുഡ് ബി ഹാപ്പി എന്നുള്ളതാണ്. പിന്നീട് നൃത്തം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു പ്രൊഫഷണൽ ആക്കണമെങ്കിൽ അത് പ്രത്യേകിച്ച് ഇവിടെ ആണെങ്കിൽ അമ്മയ്ക്കും എനിക്കും ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. ബോംബെയിലായിരുന്നുകൊണ്ട് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവിടെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഭരതനാട്യത്തിന് ജോയിൻ ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് ഒക്കെ UK കഴിഞ്ഞിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ച ജോലിയൊക്കെ ഇത് സൈഡ് പഠിച്ചാൽ മതി എന്നാണ്. പക്ഷെ സീരിയസ് ആയിട്ട് അതൊരു പ്രൊഫഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഠിക്കണം. അതുകൊണ്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. പറഞ്ഞപ്പോൾ അത് വളരെ പഠിക്കേണ്ടത് അവൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് പഠിക്കുന്നു. അത് വെരി സപ്പോർട്ടീവ് ആണ് കുടുംബം. ഇപ്പൊ ചേച്ചി എങ്ങനെയാ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചേച്ചിയുടെ ഓരോ ഇപ്പൊ കുങ്കുമപ്പൂ എടുത്തു നോക്കുമ്പോ തന്നെ അറിയാം, നമ്മൾ അന്നേ വരെ കാണാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു പ്രൊഫസർ ജയന്തി അല്ലെങ്കിൽ ആ ഒരു സീരിയല്. പിന്നെ അത് തന്നെ എടുത്തേക്കുന്ന ഓരോ മൂവീസ് ആയാലും ഇപ്പൊ ദൃശ്യം 3 വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ ആശകളായിരം. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ചേച്ചിയിലേക്ക് എത്തുമ്പോൾ ഹൗ ഡു യു ഡിഫൈൻ, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത് അതിൽ മെയിൻ ആയിട്ട്? നമുക്ക് വരുന്ന കഥാപാത്രത്തിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ മോളെ. ഓഫ് കോഴ്സ് അങ്ങനെയാണ്. അപ്പൊ വരുമ്പോൾ നമുക്ക് കുങ്കുമപ്പൂവിന്റെ സമയത്തൊന്നും അങ്ങനെ ഒരു ഭയങ്കര ഒരു ജഡ്ജ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതേ അല്ല. കുങ്കുമപ്പൂ വളരെ കുറച്ച് എപ്പിസോഡ് മാത്രമുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്റെ കഥാപാത്രം. അന്ന് ഇങ്ങനെ ഒരു ചെറിയ 10-20 എപ്പിസോഡേ ഉള്ളൂ. ഒരു പ്രാവശ്യം ദുബായിന്ന് വരുന്ന സമയത്ത് ചെയ്തുകൂടെ എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു ചോദിച്ചപ്പോൾ ഓക്കെ എന്നാ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പിന്നെ ആ ഒരു കഥാപാത്രം ഒന്ന് ഹിറ്റായപ്പോൾ ആ കഥ ജയന്തി ടീച്ചറിന്റെ കഥയായി മാറിയതാണ്. അപ്പൊ അത് അതിൽ ഒരു ക്രെഡിറ്റും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാനായിട്ട് തെരഞ്ഞെടുത്തു എന്നൊന്നുമല്ല. ഞാനൊരു രസത്തിന് ഓഫ്കോഴ്സ് ഭാവചിത്രയായിരുന്നു എന്റെ പ്രൊഡക്ഷൻ, ജയകുമാർ സാറിന് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നീടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ
എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഒന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രം ആയിരിക്കണം. അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ അതൊരു പോസിറ്റീവ് കഥാപാത്രമാണോ, വില്ലനാണോ, അങ്ങനെയൊന്നും ചിന്തിക്കും. ഇപ്പം ലീഡ് റോൾ ആണോ, ക്യാരക്ടർ റോൾ ആണോ, അങ്ങനെയും നോക്കാറില്ല. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രമാണോ, ഞാൻ ചെയ്യാത്തതാണോ, അങ്ങനെ ആണെങ്കിൽ അത് ചൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അപ്പം നമുക്ക് നമ്പർ ഓഫ് ഫിലിംസ് കുറയും. നമ്മൾ ചൂസ് ചെയ്തെടുക്കുമ്പോൾ സിനിമകളുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ നമുക്ക് വേറെ കുറെ ജോലികൾ ഉള്ളത് കൊണ്ട്, ഇപ്പൊ അധ്യാപികയാണ്, ദുബായിൽ സ്കൂൾസ് ഉണ്ട്, നാട്ടിലുണ്ട്, വേറെ അമ്മയും ഭാര്യയും ഒക്കെ അങ്ങനത്തെ കുറെ ജോലികളുണ്ട്. അതിന്റെ കൂടെ സിനിമയും സ്റ്റേജ് പെർഫോമർ ആണ്. അപ്പം അതിന്റെ കൂടെ നല്ല സിനിമകൾ വരുമ്പോൾ നമുക്ക് പറ്റുന്ന അവസരത്തിൽ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ. അങ്ങനെ കഥാപാത്രം നോക്കി സെലക്ട് ചെയ്യുന്നു. ഈ ആശകളായിരത്തിൽ വരുമ്പോഴത്തേന് എന്താ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, ഒരു ഹുക്ക് പോയിന്റ് എന്താണ് ആ ക്യാരക്ടർ? ഒരു ഫൺ, ആ ഒരു ഫാമിലി വൈബ് ഉണ്ടായിരുന്നു. എൻ്റെ കഥ പറഞ്ഞത് ജൂഡാണ്, പ്രജിത്തേട്ടനാണ് സംവിധായകൻ. രണ്ടുപേരും കൂടെ വന്നിട്ടാണ് കഥ പറഞ്ഞത്. അപ്പൊ കഥ പറയുന്ന സമയത്ത് ഒരു നല്ല വീട്, ഒരു വീട് നമുക്ക് കഥ പറയാം. ഭയങ്കര രസമാണ് ചൂട് കഥ പറയുന്നതൊക്കെ. അപ്പൊ ഒരു വീട് എന്റെ മുന്നിൽ ഇങ്ങനെ വരച്ചു വെച്ച് തന്നു. ഒരു അച്ഛനും ഒരു അമ്മയും 2 മക്കളും, ഒരു ഭാര്യയും ഒരു ഭർത്താവും 2 മക്കളും. അങ്ങനെ ഒരു വീട്, അവിടെ നടക്കുന്ന കാര്യങ്ങള്, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങള്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഫൺ മൂമെന്റ് ആണ്. ഒരു വലിയൊരു ഒരു എന്താ പറയാ, ഒരുപാട് വൈബുള്ള, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബ ചിത്രമാണ്. അപ്പൊ അത് തന്നെയാണ് ഒരു കുടുംബിനിയ എന്ന് പറയാം. കുടുംബിനി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാര്യ അമ്മയൊക്കെ ആയിട്ടുള്ള എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് അതാണ്, ആ ഒരു വൈബാണ്. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊള്ളാലോ എന്ന് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഈ സീരിയൽ അല്ലെങ്കിൽ ട്രോള് തന്നെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കുങ്കുമപ്പൂ കഴിഞ്ഞതിന് ശേഷമാണ്. ലൈക് പ്രൊഫസർ ജയന്തി എന്ന് സാറ് വിളിക്കുന്ന, അതിലൂടെയാണ് നമ്മുടെ ട്രോൾസ് ഒക്കെ പാവം സാർ മരിച്ചുപോയി. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ട്രോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത് സീരിയലില്. പിന്നീടാണ് നമ്മൾ ട്രോള് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ആ ഒരു ടൈമില് നമ്മൾ ട്രോളൊന്നും അധികം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ട്രോളിൽ അന്നൊക്കെ മിമിക്രി സ്റ്റേജസിലായിരുന്നു. പ്രൊഫസർ ജയന്തി, അതെ അതെ അതെ, ഒരു നമ്മുടെ സാറിന്റെ ഇതുണ്ടല്ലോ, സാറിന് സ്മരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പം അതൊക്കെ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ചേച്ചി? അങ്ങനെ ലൈക് ഫണ്ണായിട്ട് തന്നെയാണോ? എനിക്ക് എപ്പോഴും ഇപ്പൊ ഈ ട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഫണ്ണായിട്ട്, അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് അങ്ങനെ ഒന്നും കാണാറില്ല കേട്ടോ. ഇതൊക്കെ ഒരു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു ഡിസ്കസ്, ചില സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും ട്രോളുകളെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമേ അത്ര മാത്രമേ എടുക്കാറുള്ളൂ. ഈ കുങ്കുമപ്പൂ പറഞ്ഞ പോലെ തന്നെ ദൃശ്യത്തില് ഒരുപാട് റീക്രിയേഷനും ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിൽ റോഷനോട് ചോദിച്ചു, ഇതിന് മാത്രം ഒരു ക്യാരക്ടറും കൊണ്ട് വേൾഡ് വൈഡ് ഒരു മോനെ കാണാറില്ല അന്ന് ശേഷം. ആണോ? ഞാൻ റോഷനോട് ചോദിച്ചു. അപ്പൊ റോഷൻ പറയാം, എല്ലാരും റീക്രിയേറ്റ് ചെയ്ത് ലൈക്ക് റോഷനെ ഒരു മൂവി അയക്കണ്ട, കാരണം ഡെയിലി ഓരോ റീക്രിയേഷനാ. ലൈക്ക് എവിടെ പോയി, ഇനി എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ എന്തൊക്കെ ടെൻഷൻസ് ആണ്. അതിൽ അവർ തന്നെ കുറെ കണ്ടുപിടുത്തത്തിന്റെ ഓരോ കഥകൾ തന്നെ പറയും. ചില സ്ഥലത്തിലും എന്നോട് പറയും, ജിത്തു സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ, ഞാൻ ദൃശ്യം 3യുടെ എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, എന്റേതായിട്ടുള്ള വേർഷൻ ഒന്ന് കൊടുക്കാമോ, ഒന്ന് കാണാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത്രമാത്രം ഇൻവോൾവ് ആണ്. മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, മറ്റു ഭാഷകളും നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് അവര് നമ്മളോട് പറയുമ്പോൾ, ദൃശ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന സിനിമകളിൽ ഒന്ന് ദൃശ്യമാണ്. എന്റെ മാത്രമല്ല, മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആ ദൃശ്യം കണ്ടു എന്നുള്ള അതിന്റെ ഐജീനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. ദൃശ്യം 1 വരുമ്പോഴത്തേനും ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ലാലേട്ടനെ അടിക്കുന്ന സീനൊക്കെ ദൃശ്യം 2 അടിക്കുന്ന സീൻസ് അല്ലെങ്കിൽ മുഖത്തൊക്കെ ഒന്ന് ഒച്ച ചേർക്കുക, കാരണം എന്റെ മുന്നിൽ ലാലേട്ടനാണ്. ഒച്ച എല്ലാത്തിലും പേടിച്ചാണ് വന്നത്. ഇപ്പൊ ദൃശ്യം 3 എത്തി നിൽക്കുമ്പോ ഐജി എങ്ങനെയാണ്, എന്തെങ്കിലും ഐജി എങ്ങനെയാണെന്ന് നിങ്ങൾ ഏപ്രിൽ 2 കാണാൻ പറ്റുമോ? ഒന്നും കിട്ടിയില്ല. ഏപ്രിൽ 2 അറിയാൻ പറ്റും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഐജി എന്നുള്ളത്. ദൃശ്യം 3 ഞങ്ങളെ ഞെട്ടിക്കോ, ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും. അത് മാത്രം പറഞ്ഞു. എനിക്കറിയില്ല. പിന്നെ കഥ അറിയാണ്ട് എനിക്കറിയില്ല. കണ്ടുപിടിക്കോ? എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ദൃശ്യം പറഞ്ഞോളാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിനോട് പറഞ്ഞു. എന്നിട്ട് വേണം എന്നെ വരുൺ പ്രഭാകരനെ പോലെ എവിടെയെങ്കിലും കുഴിച്ചിടിക്കാനല്ലേ? സംതിങ് ഇല്ല, ഞങ്ങളെ ഞെട്ടിക്കും. അത് മാത്രം പറഞ്ഞാൽ മതി. ആര്?
അല്ല ദൃശ്യം 3 നിങ്ങളെക്കാൾ എക്സ്പെക്ടേഷനേക്കാളും മുകളിലാണോ അല്ലോ ഭയങ്കര അത് മാത്രം ചെറിയൊരു ഹിന്റ്. ഞാനൊരു നമ്പർ തരാം അത് കഴിയുമ്പോ. വേണ്ട. ജിത്തു സാറിന്റെ സാറിനോട് ഞാൻ ഇത് ചോദിച്ചതാ. ഏപ്രിൽ 2 ഏപ്രിൽ അതാണ് ഏപ്രിൽ 2 വരെ കാത്തിരിക്കാൻ. ഇപ്പൊ ആശകളായിരം കഴിയുമ്പോഴത്തേക്കും ആശകളായിരം സന്തോഷം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് ഏപ്രിൽ 2 എത്തും. ഓക്കെ. ആശകളായിരത്തിൽ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചു പോകും നല്ല ആശ ചേച്ചി എന്ന് പറയുമ്പോഴത്തേനും ദൃശ്യം 3 ഇറങ്ങുന്നു. അപ്പൊ വെറുക്കോ ഞങ്ങള്? എന്നെയോ? എന്നെ വെറുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ചോദിച്ചാ എങ്ങനെ? ഈ ചേച്ചി ഇപ്പം ഞാനൊരു എനിക്കിത് ചോദിക്കാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ചേച്ചി എല്ലാം ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തൊരു ചോദ്യം. അല്ല അങ്ങനെയല്ല. ഈ ലൈക്ക് ഇപ്പൊ കലോത്സവത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മളൊക്കെ ഈ ന്യൂസ് ഒക്കെ ഇങ്ങനെ അറിയുമ്പോഴാണ് ഞാനൊന്നും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല, അപ്പൊ ഞാൻ വിചാരിക്കും അവിടെയും പൊളിറ്റിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഇതുണ്ടോ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ന്യൂസ് ചേച്ചിക്കെതിരെ, അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞു ഒരു ഡാൻസ് പഠിക്കണമെങ്കിൽ അതിനേറെ ഒരു എഫേർട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്റ്റേജിൽ കാണുന്ന ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആയത്. ഇതിന്റെ ഒരു കൊറിയോഗ്രാഫി ചെയ്യണം അല്ലെങ്കിൽ പഠിപ്പിക്കണം. അപ്പൊ നിങ്ങളുടെ ഞാനിത് മേത്തിൽ ദേവിക മാമിനോട് ചേച്ചിയോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടൈമിങ്ങിന്, അല്ല ചില പേരൻസ് പറയുന്നു ഭയങ്കര എമൗണ്ട് ആണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് വന്നു. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആസ് എ ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ജീവൻ മൊത്തം വായു അല്ലെങ്കിൽ ജീവവായു ആയിട്ട് ചേച്ചി കരുതുന്ന ഒരു നൃത്തമാണ്. അപ്പൊ അതിനെ അങ്ങനെയൊക്കെ ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാലത്ത് ആണ് ഇപ്പോഴത്തെ കാലത്തിനേക്കാളും ആൾക്കാർ കോമ്പറ്റീഷന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തിരുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്. ആ കാലത്ത് ലൈവ് ഓർക്കസ്ട്രയാണ്. ഇപ്പൊ നമ്മൾ CD വെച്ചിട്ടാണ് അല്ലെങ്കിൽ റെക്കോർഡഡ് മ്യൂസിക് വെച്ചിട്ടാണ് കളിക്കുന്നത്. ആ കാലത്ത് അങ്ങനെയല്ല മോളെ. ആ കാലത്ത് പക്കമേളം ഇരുന്നിട്ടാണ്, 5-6 പക്കമേളം ഇരുന്ന് ഓരോ ഐറ്റംസ്. അപ്പോൾ ഓരോ അതിന്റെ ഉള്ള എക്സ്പെൻസസ് ആക്ച്വലി ഡബിൾ ആ കാലത്ത് വളരെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിരുന്നു ആ കാലത്ത്. അപ്പൊ ഇതൊരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇത്ര അധികം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇതൊരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നൃത്തം പഠിക്കുന്നവർ മത്സരിച്ചോളണമെന്ന് ഒരു നിർബന്ധവും. ഇപ്പൊ ഇവിടെ ഈ കളരിയില് മോളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി പറഞ്ഞ പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എറണാകുളത്ത് താമസിക്കുന്നത്. പെരുമ്പാവൂരും ഉണ്ട് ക്ലാസ്. ഇവിടെയാണ് അമ്മയുള്ളത്, എന്റെ ഗുരു അമ്മ കലാമണ്ഡലം സുമതി അമ്മ. അപ്പൊ അമ്മ കൂടുതൽ ഇവിടെയാണ്. പെരുമ്പാവൂരും കുറച്ച് പോവും, ഇവിടെയാണ് കൂടുതലുള്ളത്. അപ്പൊ അമ്മ ഇവിടെ ഉള്ളപ്പം ഇവിടുത്തെ നാട്ടിലെ ഒരുപാട് സാധാരണക്കാര് താമസിക്കുന്ന സ്ഥലമായത്. ഒരുപാട് സാധാരണക്കാര് കുടുംബശ്രീയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരുടെ മക്കൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീസ് വെച്ചിട്ടാണ് ഇവിടുത്തെ ക്ലാസ്. ഇവിടുത്തെ ക്ലാസ് അങ്ങനെയാണ്. അപ്പൊ ഒരു മാസത്തിന് വളരെ കുറച്ച് ഫീസ് മാത്രം മേടിച്ചിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് അത് പഠിക്കണം, നൃത്തം പഠിക്കാൻ. ഒരുപാട് പേര് ജോലി ചെയ്യുന്നവർ പഠിക്കുന്നുണ്ട്, വീട്ടുജോലി ചെയ്യുന്ന ചേച്ചിമാര് പഠിക്കുന്നുണ്ട് ഇവിടെ. അവർക്കിപ്പോ ഒരു മാസം ഇത്ര രൂപ കൊടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുക, അങ്ങനെയും ഇല്ല ഇവിടെ. ഇവിടെ ദക്ഷിണ കൊടുക്കണം എന്നല്ല, ദക്ഷിണ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ. എന്റെ ഗുരു അങ്ങനെയാണ് അമ്മ. ഞാനും അങ്ങനെ തന്നെയാണ്. ദക്ഷിണ വെച്ചിട്ട് ഇത്ര രൂപ ദക്ഷിണ വെക്കണം അങ്ങനെയില്ല. ഇവിടെ ദക്ഷിണ വെക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 1 രൂപ വെക്കണം എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ദക്ഷിണ പോലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാറില്ല. സോ അതൊരു ഒരുപാട് പൈസ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ചെലവാക്കി പോകണമെന്നുള്ള ഓരോ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ ഇവിടുന്ന് അച്ഛനമ്മമാർ തീരുമാനിക്കണം അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ള പ്രായമായെങ്കിൽ അവരും തീരുമാനിക്കണം. അത്രേ ഉള്ളൂ. സോ ഓൾ ഇൻഡിവിജ്വൽസിനാണ്. പക്ഷെ ചിലർക്ക് അത് ഇത്ര പണം വെച്ച് പ്രോഗ്രാമിന് പോയി കോമ്പറ്റീഷന് പോകണമെങ്കിൽ ഇത്ര ചെലവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ ഐറ്റംസ് മുഴുവൻ റെക്കോർഡ് ചെയ്യണം, പുതിയ ഡ്രസ്സ് തയ്പ്പിക്കണം, പുതിയ ആടയാഭരണങ്ങൾ വേണം. അപ്പൊ അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർ അതിന് വേണമെന്നുള്ളവർ അതിന് പോയാൽ മതി. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഡിസിഷനാണ്. ആസ് എ ഡാൻസർ, ആസ് എ ടീച്ചർ ഞാൻ അതിനോട് വലിയ യോജിക്കുന്ന ഒരാളല്ല. അതിന്റെ ആവശ്യമില്ല എന്ന് കോമ്പറ്റീഷന് പോകണമെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ് ഫോർ ദം ഹൂവർ പാർട്ടിസിപ്പേറ്റിംഗ് എന്നുള്ളത്. അല്ലെങ്കിൽ അത് നൃത്തം പഠിക്കുക, പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒരു ടീച്ചർ പറയുക. ഈ ആശകളായിരം പറഞ്ഞ പോലെ തന്നെ ശരത്തേട്ടനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ശരത്തേട്ടന് എന്തെങ്കിലും ആഗ്രഹം ശരത്തേട്ടനുണ്ടോ? ശരത്തേട്ടൻ ഭയങ്കര ആഗ്രഹങ്ങൾ. ഞാൻ പറയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളില്ല എന്ന് പറഞ്ഞു. ശരത്തേട്ടൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഞാൻ അംബീഷ്യസ് അല്ല എന്നല്ല, അംബീഷ്യസ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ മേടിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊന്നും ഉള്ള ആളല്ല ശരത്തേട്ടൻ. പക്ഷെ എപ്പോഴും അങ്ങനെയുള്ള ഒരാളാണ്. സോ വി ഷുഡ് സ്റ്റാർട്ട്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉള്ള ഒരാളാണ്. ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അതില്ലാത്തത്.
ഏതെങ്കിലും ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചൊരു മൊമെന്റ് ഉണ്ട്? ആള് സീരിയസ് ആയിട്ടായിരിക്കും പറഞ്ഞത്. ശരത്തേട്ടന്റെ പല പല ആഗ്രഹങ്ങൾ. ഒരു ആഗ്രഹം പറയും, എനിക്ക് ഡ്രംസ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രംസ് ഇങ്ങനെ വായിച്ചു, ഗിറ്റാറൊക്കെ വായിച്ചിട്ട് പാട്ട് പാടണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഇത് വായിക്കാൻ പഠിക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര ഒരു ഡ്രീമാണ് ശരത്തേട്ടൻ ഗിറ്റാർ വായിച്ച് പാട്ട് പാടാന്നുള്ളതൊക്കെ. അതൊന്നും നടക്കാത്ത ആഗ്രഹമാണ്, ശരത്തേട്ടന് അറിയാം. അത്രേ ഉള്ളൂ. പക്ഷെ ആഗ്രഹങ്ങൾ അങ്ങനെ അല്ലേ, ആഗ്രഹിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ചിത്രചേച്ചിയെ പോലെ പാടണമെന്ന്. പാടാൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ്, പാട്ടേ പാടാൻ കഴിവില്ല. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പാടുന്നുള്ളൂ, അതുമ്പോ വഴിയില്ലാത്തോണ്ട് പാടും. നമ്മൾ പഠിപ്പിക്കുമ്പോ കുട്ടികൾ ഞെട്ടിപ്പോവും, ഇതാണോ പാട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പിള്ളേര് നോക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ആഗ്രഹത്തിൽ വലിയൊരു പാട്ടുകാരിയാവണം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഈ നൃത്തത്തിന് എപ്പോഴും നല്ലോണം പാട്ട് അല്ലെങ്കിൽ പാട്ടും കൂടെ പഠിച്ചിരിക്കണം, അങ്ങനെ എന്തെങ്കിലും? നൃത്തത്തിന് പാട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു ഒരു ഭയങ്കര ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഫഷണലി പാടാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പാടാൻ കഴിവുള്ളവർക്ക് പാടാൻ പറ്റും. നൃത്തം പിന്നെയും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും മോളെ. ഒരാൾക്ക് ഒരു താളം ഉണ്ടെങ്കിൽ, ഒരു റിതം പിടിക്കാൻ 1 2 3 4 എന്ന് പിടിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരാളെ ഡാൻസ് പഠിപ്പിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഭാവങ്ങളൊക്കെ വരെ ഓഫ്കോഴ്സ് ജന്മജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗുരുവിന്റെ അടുത്താണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാട്ട് എന്തായാലും പറ്റില്ല. പാട്ടിന് ആ ഒരു സ്വരസ്ഥാനം പിടിച്ചു പാടാൻ പറ്റുന്ന, അത് സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് പാട്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നേ പാട്ട് പാടി. നിങ്ങളെ നാലുപേരെ വെച്ച് നോക്കുമ്പോ, ഇപ്പം ആദ്യനെ കൂടെ കൂട്ടാം അല്ലെ, 5 പേരെ വെച്ച് നോക്കുമ്പോ തന്നെ ഏറ്റവും ഒന്ന് മൂളെങ്കിലും ഒരു രസമുള്ള മൂളിച്ചാറിനെ ആയിരിക്കും. 100% ആദ്യയാണ് പിന്നെ മൂളുന്നത്. കലാകുടുംബമായ ഞങ്ങളിൽ 4 പേരും മൂളലിൽ വളരെ മോശമാണ്. അത് ചോദിച്ചിട്ടുണ്ടോ? കലാകുടുംബമാണോ? ഡാൻസ് ആയതുകൊണ്ട് അതിനകത്ത് സംശയമില്ല. തമ്മിൽ ഭേദം മൂളുന്നത് ആദ്യം തന്നെയാണ്. ആദ്യം അത്യാവശ്യമൊക്കെ മൂളുന്ന ആളാണ്. ഇപ്പൊ ചേച്ചിനെ നമ്മൾ കണ്ടേക്കുന്ന, ചേച്ചി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പം ശരത്തേട്ടന്റെ മുഖം വരും, പിള്ളേരുടെ മുഖം വരും, ഇപ്പൊ ആദ്യയുടെ മുഖം, അതാണ് ചേച്ചി നിൽക്കുമ്പോ തന്നെ ബാക്കിൽ ഇവരുടെ എല്ലാവരുടെ ഫേസ് വരും. അതല്ലാണ്ട് ഒരു ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ആശ ചേച്ചി, ഇതല്ലാണ്ട് അപ്പുറത്തേക്ക് എന്തായിരിക്കും? അതല്ലാതെ സംശയമാണ്. കാര്യം എനിക്കെപ്പോഴും ഇങ്ങനെ ചിലരൊക്കെ 2 മിനിറ്റ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ, ജന്മത്ത് പറ്റില്ല എനിക്ക്. 2 മിനിറ്റ് കണ്ണടച്ചാൽ അതെന്തായി ഇതെന്തേ മറ്റെന്തേ മറിച്ചത് ഇങ്ങനെ ആലോചനകൾ. അവരെന്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, വീട്ടിലെ കാര്യം എന്തായി, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മൊത്തത്തിൽ. അപ്പൊ എന്നോട് പങ്കു ചോദിക്കും, ഒരു 5 മിനിറ്റ് ഇത് സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അതാണ്, ഈ സിസ്റ്റം എപ്പോഴും വർക്കിംഗ് ആണ്. ചിലപ്പോ ഇവരൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നോണ്ട്, ഇവരുടെ അമ്മയുണ്ട്, ശരത്തേട്ടന്റെ അമ്മയച്ഛനുണ്ട്, ഇങ്ങനെ 3-4 പേരും കൂടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഇങ്ങനെ ചിന്തിച്ചോണ്ടല്ലേ, ഏത് സെറ്റിൽ ഇരുന്നാലും ഇവരുടെ മുഖങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഓഫീസസിൽ, സ്കൂളിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവിടുത്തെ മാനേജ്മെന്റ് ഉണ്ട്. ഫുൾ ടൈം സിസ്റ്റം വർക്കിംഗ് ആണ്. ഈ എല്ലാം ഡാൻസ് ഇതൊക്കെയാണ് ചേച്ചി പറഞ്ഞിട്ട് ചെറുപ്പം മുതലേ ഡാൻസ് കാണുന്നത്. എന്നാലും ഞാൻ ചോദിക്കാം, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓക്കെ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇത് കുറച്ചൊരു എക്സോസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്? ഞാൻ ഇല്ലെന്നായിരുന്നു. അതായത് ബ്രേക്ക് എന്ന് വെച്ചാൽ എനിക്ക് കുറെ ദിവസം ഒന്നും ബ്രേക്ക് എടുക്കാൻ പറ്റൂല. എനിക്കറിയാം, അറ്റ്ലീസ്റ്റ് 1-2 ദിവസമൊക്കെ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത്, ഫോണൊക്കെ ഓഫ് ചെയ്ത്, ഫുൾ സിസ്റ്റം ഓഫ് ചെയ്ത് ഇരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ അല്ലെങ്കിലും അപ്പോഴും ശരത്തേട്ടൻ വേണം, അതൊരു നിർബന്ധം. അത് വേണം. ഓക്കെ. ചേച്ചി പറഞ്ഞു, ഇപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്തു, ഇപ്പൊ പങ്കുവിനെ വിവാഹം കഴിപ്പിച്ചു വിട്ടു, അത് യൂസ് ചെയ്തു. ചേച്ചി എനിക്കത് പറയാൻ ഇഷ്ടമല്ല. അപ്പൊ ഇപ്പോഴും ചിലവരൊക്കെ ഇപ്പൊ സൊസൈറ്റിയിൽ മെയിൻ ആയിട്ട് കാണുന്നത്, ലൈക്ക് ഒരു മോളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അയ്യോ അത് നീ തന്നെ സോൾവ് ആക്കണം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ തീർക്കണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ. ചേച്ചി ഇപ്പോഴും പങ്കുവിന്റെ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെ പോയി ഗെയിം വിസിറ്റ് എല്ലാ കാര്യങ്ങളും ചോദിച്ചിറങ്ങി. അപ്പം അതൊരു നല്ലൊരു അഡ്വൈസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേച്ചിയുടെ സൈഡിൽ നിന്ന്. കാരണം ഇപ്പോൾ പല അമ്മമാരും അടിക്കുന്നതും, അല്ലെങ്കിൽ പല ഇൻസിഡൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ ബാക്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഫാമിലിയോട് പറയാൻ പറ്റില്ല എന്നൊരു മെയിൻ പോയിന്റ് ആണ്. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? അതും നൃത്തത്തിനെ ബേസ് ചെയ്ത് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഞാനിപ്പോ ഒരു കഴിഞ്ഞ സൂര്യ ഫെസ്റ്റിവലിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്തിരുന്നു, ഡാൻസ് പ്രൊഡക്ഷൻ. അത് ആ പ്രൊഡക്ഷന്റെ പേര് അപരാജിത എന്നാണ്. അപരാജിത എന്ന് വെച്ചാൽ പരാജയപ്പെടാത്തവൾ എന്നാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ആഗ്രഹമാണ്. പറഞ്ഞ ആശകൾ 1000 പോലെ ആഗ്രഹമാണ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, പേരും കാലവും കാലഘട്ടവും മാറിയാലും, വർത്തമാനമുണ്ട്, ചരിത്രമുണ്ട്, അല്ലെങ്കിൽ പുരാണമുണ്ട്, ഇതൊക്കെ മാറിയാലും സ്ത്രീകളുടെ പേരുകളൊക്കെ മാറും. ചിലപ്പോൾ ആശ എന്നാവും, ചിലപ്പം സുജാത എന്നാവും, ചിലപ്പോൾ അനിത എന്നാവും. ഇതൊക്കെ മാറിയാലും സ്ത്രീകൾ അന്നും ഇന്നും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്.
പക്ഷെ അതിന്റെ പേരുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറുന്നു എന്ന് മാത്രം. അതായിരുന്നു ആ പ്രൊഡക്ഷൻ. അതിനകത്ത് പല 4 കഥാപാത്രങ്ങളെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഒരു കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു കഥയാണ്. അതിന്റെ അവസാനത്തെ ഉത്ര എന്ന് പറയുന്ന പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ഉത്ര എന്നൊരു കഥാപാത്രം. അപ്പൊ ആ കഥാപാത്രത്തിലൂടെ നമ്മൾ അവസാനിപ്പിക്കുന്ന കാര്യം. ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ മുന്നേറി, നമ്മൾ എല്ലാം കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതിലൊന്നും വലിയൊരു മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തണം, മാറ്റം വരുത്തും, ഞങ്ങൾ വി വിൽ കം അപ്പ് എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ. അതിൽ നമ്മൾ പല ഏരിയയിലും പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഒരിക്കലെങ്കിലും നമ്മൾ പറയുന്നത് ഒരാൾ കേട്ടിരുന്നുവെങ്കിൽ, അതിൽ അമ്മയാവാം, അച്ഛനാവാം, ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു അപകടത്തിൽ പെടാതെ നമുക്ക് പല ജീവനകളെ രക്ഷിക്കാൻ പറ്റിയേനെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതിൽ. അത് എൻ്റെ ജീവിതത്തിലും ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാളുടെ വേദന, ഇപ്പൊ എനിക്ക് പങ്കുവിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ ആളാണ് പങ്കു, അവൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവളുടെ അമ്മമാർക്ക് നമുക്ക് ഹലോ എന്ന് പറയുമ്പോൾ ഹലോ എന്നുള്ളതിൽ ആ ഹലോ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ശബ്ദത്തിന്റെ ഒരു ശ്വാസം അകത്ത് വലിക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്ത് പറ്റി എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റണമെങ്കിൽ അത് അവൾക്ക് എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ ഷുഡ് ബി വെരി, എന്താ പറയാ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ചാനൽ ആയിരിക്കണം എന്നോട് പറയാൻ പറ്റുന്നത്. ഓൾവേസ് ദെയർ. എന്റെ മകൾക്കൊരു പ്രോബ്ലം വന്നാൽ ഞാനുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആദ്യം അവളിൽ ഉണ്ടാവണം. അല്ലെ പിന്നെ എന്താണ്, നമുക്ക് കാര്യമില്ലല്ലോ. അവൾക്കാണെങ്കിലും അവനാണെങ്കിലും മകനാണെങ്കിലും മകൾക്കാണെങ്കിലും. സോ അങ്ങനത്തെ ഒരു അമ്മയാവാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ദേ ഷുഡ് ഹാപ്പിലി ലിവ് എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, ഞാനിത് തുടക്കത്തിൽ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഭയങ്കര ഇപ്പം കുറച്ചും കൂടെ മെലിഞ്ഞ് ഭയങ്കര. അത് ഈ ഉടുപ്പിന്റെ ആണോ അതോ ഡാൻസ് ഒക്കെ കളിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഈ ചിലവര് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ഒക്കെ ഡാൻസ് പഠിക്കാൻ പോകണം, അപ്പൊ മെലിയും, വേറെ എക്സസൈസ് ഒന്നും വേണ്ട, അങ്ങനെ ഒന്ന് കണ്ടിട്ട് കുറെ പേര് ഡാൻസ് പഠിക്കാൻ ചേർന്നേക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണലി കാണുന്ന, ഇപ്പൊ ചേച്ചി കാണുന്ന ഒരു വേ പോയിന്റിൽ അല്ലാതെ ഒന്ന് എക്സസൈസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കുറെ പേര് ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ എയർപോർട്ടായിരുന്നു ഫ്രീ സ്റ്റൈലൊക്കെ ചേരുന്നുണ്ട്. അങ്ങനെ വന്ന് പഠിക്കുന്നവരും ചേച്ചിയുടെ അണ്ടറിലുണ്ടോ? ഈ ക്ലാസിക്കൽ വണ്ണം കുറയാൻ വേണ്ടി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നു എന്ന് പറയില്ല, അങ്ങനെയുള്ളവര് ചിലപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ വന്ന് ചേരുമായിരിക്കാം. പക്ഷെ ഒരു മാസം 2 മാസം കഴിയുമ്പം അവർക്ക് മനസ്സിലാവും ഇത് വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ക്ലാസിക്കൽ ഡാൻസിനെ കാണാൻ പറ്റില്ല എന്നുള്ളത്. കാര്യം അത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡാൻസർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു എക്സസൈസ് സുംബ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോഡി എക്സസൈസസ് പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് ഡാൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ആഗ്രഹത്തിൽ വന്ന് ചേരുന്നവരുണ്ടാവുമായിരിക്കാം, പക്ഷെ അത് 1 മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഇതല്ല അതിനുള്ള ഇടം, കളരിയല്ല, നൃത്തം പഠിക്കലല്ല, അതിന് മറ്റ് എക്സസൈസസ് എറോബിക്സ് പോലെ സുംബ പോലെയാണെന്ന് അവർ സ്വയം തിരിച്ചറിയും എന്നുള്ളതാണ്. ഭയങ്കര അതൊരു ടോട്ടൽ വർക്ക് ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്യണം. ഒരു ഇന്ന് പഠിച്ചു പോയാൽ അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് മനഃപ്പാടമാക്കി അത് ശരീരത്തിൽ വഴങ്ങി വന്നാലേ നമുക്ക് അടുത്തതിലേക്ക് 1 കഴിഞ്ഞാലല്ലേ 2ലേക്ക് പോകാൻ പറ്റും. സോ അത് എക്സസൈസ് പോലെ, എക്സസൈസ് ഇപ്പൊ സുംബ ഇന്നിപ്പോ കൈവേനയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് പോവാം, ഡാൻസ് പോലെയല്ല. അപ്പൊ അത് അവർ സ്വയം തിരിച്ചറിയാം, നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. ചിലപ്പോ അങ്ങനത്തെ ആഗ്രഹത്തിൽ വന്ന് ചേരുന്നവർ ഇവിടെയും ഉണ്ടാവാം, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറി അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വിട്ട് അവരുടെ ഏതാണോ മേഖല അതിലേക്ക് അവർ പോയിക്കോളും. ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാനൊരു 100% ഡാൻസിന്റെ എല്ലാം എനിക്കറിയാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഇത്രയും സ്റ്റേജുകളൊക്കെ എനിക്ക് 100% അറിയാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സ്റ്റുഡന്റ് ഉള്ളിലുണ്ട്, ഇപ്പോഴും അമ്മയോട് ഡൗട്ടൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണോ ചേച്ചി? ഞാൻ 100% ഡാൻസർ ആണെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല, അങ്ങനെയും അല്ല. ഒരു 100% നർത്തകി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല മോളെ. കാര്യം അത് അത്രയും വലിയൊരു ഒരു സമുദ്രമാണ്. അതിന്റെ സൈഡിൽ നിൽക്കുന്ന, നമ്മളിപ്പോ ഒരു നോക്കി നിൽക്കുന്ന ഒരു കുട്ടി പോലും ആയിട്ടില്ല. സമുദ്രത്തിലേക്ക് തൊടുകയല്ല, എത്രയോ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് പോലും ആവാനായിട്ടില്ല. അത്രയുള്ളൂ. അത്രയും ഒരു വലിയൊരു സാഗരമാണ് ശരിക്കും പറഞ്ഞാൽ, അത്രയും ഡെപ്തിലുള്ള ഒരു കാര്യമാണ്. 100% പോയിട്ട് അതിന്റെ ഒന്നുപോലും അറിയാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഉള്ള ഒരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത്. സോ അതൊരിക്കലും നമുക്ക് പഠിക്കുന്നു, ഇപ്പോഴും പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ 80 വയസ്സാവുന്നു, 79 വയസ്സ് കഴിഞ്ഞു. അപ്പം ഇപ്പോഴും അമ്മയുടെ അടുത്ത് പഠിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഒരു കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞുവാവ കളിക്കുകയാണെങ്കിലും അതിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ്. ഒരു പെർഫോമൻസ് കണ്ടാൽ ധാരാളം പെർഫോമൻസസ് കാണണം, എന്നാലേ നമുക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പൊസിഷനിലെത്തി അല്ലെങ്കിൽ അങ്ങനെയൊന്നും
ഒരിക്കലും തോന്നിയിട്ടുമില്ല, തോന്നാൻ ഒരു സാധ്യതയും ഇല്ല. കാര്യം ഞാൻ കാണുന്ന ഗുരു അങ്ങനെയാണ് അമ്മ. അമ്മ. ഓക്കെ. അമ്മയുടെ ഇപ്പോഴും ചീത്ത കിട്ടാറുണ്ടോ? നല്ലോണം, ഇപ്പോഴും കിട്ടാറുണ്ട്. നല്ലോണം കിട്ടാറുണ്ട്. പക്ഷെ അതൊരു സുഖമാണ്. ആ ചീത്ത കേട്ട് പഠിക്കാന്നുള്ളത് ഒരു സുഖമാണ്. അതെ. ഇത് നേരെ ഉത്തരയുടെ അടുത്ത് പ്രയോഗിക്കാറുണ്ട്. നല്ലോണം പ്രയോഗിക്കാറുണ്ട്. നമുക്ക് പഠിപ്പിക്കുമ്പോ മനഃപൂർവ്വമല്ലല്ലോ, പഠിപ്പിക്കുമ്പോ നമ്മൾ അമ്മയും മോളും വന്നല്ല. അല്ല അല്ല. അപ്പൊ നമ്മൾ ടീച്ചറും സ്റ്റുഡന്റും മാത്രമാണ്. ചീത്തയല്ല, അതൊരു കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, താഴെ വരുമ്പോ മുഖം പൊറിപ്പിക്കുമായിരിക്കും ക്ലാസ്. പിന്നെ എങ്ങനെ അമ്മേനെ സോപ്പിട്ടൊന്ന് ഒന്ന് മയക്കി എടുക്കുന്ന എങ്ങനെയാണ്? ക്ലാസ് കഴിയുമ്പോ ഞാൻ അവളെ സോപ്പിടണം. തിരിച്ചാണ് ക്ലാസ്, ഞാനാണല്ലോ അവൾക്ക് എന്താ പങ്കു എന്നൊക്കെ ചോദിക്കാം. ക്ലാസ് കഴിയുമ്പോ തിരിച്ച് ഞാൻ അങ്ങോട്ട് സോപ്പൊക്കെ ഇട്ട് ചുമ്മാന്ന് പറയില്ല, അതൊക്കെ അപ്പൊ കഴിഞ്ഞു, മാച്ചു. അത് അമ്മ, ഇത് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്. ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടെ പിറന്നാളിന് സർപ്രൈസ് കൊടുത്തത് അമ്മ ഒരു ചോദ്യം ചോദിച്ചത്, കൂടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കാം. അതൊരു ഭയങ്കര നിഷ്കളങ്കമായ. അമ്മക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അമ്മോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ചാനൽ വരുന്നുണ്ട് ഒരു ഷൂട്ടിന് വേണ്ടിട്ട്, അപ്പൊ അമ്മ ഒന്ന് സാരി ഉടുക്കോ, ചിലപ്പോ അമ്മോട് എന്തെങ്കിലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞാണ് അമ്മയെ കൊണ്ട് സാരി ഉടുപ്പിച്ചു. അമ്മക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഒരു ഐഡിയ. അമ്മയ്ക്ക് അമ്മയുടെ പിറന്നാളാണെന്ന് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ലായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് അമ്മ ചോദിച്ചത് ചേച്ചി ഷെയർ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൂടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റിക്കും. അങ്ങനെ ലൈക് ശരത്തേട്ടൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് അങ്ങനെ സർപ്രൈസ് ചേച്ചിക്ക് തന്നിട്ടുണ്ടോ? ധാരാളം സർപ്രൈസസ്. ശരത്തേട്ടൻ അങ്ങനത്തെ സർപ്രൈസിന്റെ ആളും സർപ്രൈസ് ഗിഫ്റ്റിന്റെ ആളും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുമാണ്. അങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പോഴും. ഈ കൂടുതൽ ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റി അല്ലെങ്കിൽ മക്കളെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും കൂടുതൽ പേര് ഇത് ഒത്തിരി ഓപ്പൺ ആയിട്ട് പറയണ്ട. ഇപ്പൊ പലരും അങ്ങനെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണ്ട, എപ്പോഴെന്താ സംഭവിക്കാന്ന് അറിയില്ല, അല്ലെങ്കിൽ കണ്ണേറ് വരും. ചേച്ചി അങ്ങനെ ആ ഒരു കണ്ണേറില് അല്ലെങ്കിൽ ഈ വിലയിലൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? ഒന്നുമില്ല, ഞാൻ സൂപ്പർസ്റ്റീഷ്യസേ അല്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ കണ്ണ് കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. വരാനുള്ളതൊക്കെ വരും. ദൈവത്തിൽ വിശ്വസിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നും നമ്മൾ നൃത്തം ചെയ്യുന്ന അയ്യപ്പനെയും കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത്. അവരെ കുറിച്ചിട്ടല്ലേ നമ്മൾ നൃത്തം ചെയ്യുന്നത്. നമ്മളെ പോലെ ദൈവത്തിനെ വിളിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. നമ്മുടെ ജോലി തന്നെ നൃത്തത്തിലൂടെ തന്നെ നമ്മൾ ഇവരെയൊക്കെ വിളിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലേക്ക്, ദൈവവിശ്വാസം വേണ്ട, അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, വിളക്ക് കത്തിക്കും. അല്ലാതെ അന്ധവിശ്വാസങ്ങൾ ഒന്നുമില്ലാത്ത ആളാണ്. ജാതകത്തിൽ പോലും ഞാൻ അങ്ങനെ വിശ്വസിക്കാവുന്ന ആളല്ല. അതെല്ലാം തലയിലെഴുത്ത് വരുന്ന രീതിയിൽ വരും. എന്ത് ജാതകം എഴുതി വെച്ചാലും തലയിലെഴുത്ത് വരുന്ന രീതിയിൽ വരും. ലാസ്റ്റ് ആശകളായിരം ഇങ്ങനെ കുറെ ജെൻസി വൈബ് ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. ആ സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആശകളായിരം ഭയങ്കര ജെൻസി വൈബ് തന്നവരുന്നത് എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു ജെൻസി വൈബില് വീട്ടിൽ വന്നപ്പോ തന്നെ ആ മൂഡ് തന്നെയാണ് പിടിച്ചു വന്നപ്പോ പിള്ളേരാരെങ്കിലും ചോദിച്ചു അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമൊക്കെ വന്നു. ഇവിടെ ജെൻസി വൈബ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസം. മൊത്തം ജെൻസീസ് അല്ലേ? അതെ അതെ. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ അങ്ങനെ ഫണ്ണായിരുന്നു മൊത്തത്തിൽ. ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ ഇതുപോലെ ഫണ്ണായിട്ട് ചെയ്ത ഒരു സിനിമ അനുരാഗ കരിക്കിൻ വെള്ളാണ്. അങ്ങനത്തെ ഒരു ഫൺ മൊമെന്റ്. അതിനകത്ത് കഥാപാത്രം ഒരു പാവാണെങ്കിലും ലൊക്കേഷൻ ഭയങ്കര ഫണ്ണായിരുന്നു. കാര്യം എല്ലാം യങ്സ്റ്റേഴ്സ് ആയിരുന്നു. റഹ്മാൻ എന്ന് 22-23 വയസ്സേ ഉള്ളൂ ആ കാലത്ത്, ഡയറക്ടർ. അപ്പൊ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇതുപോലെ ആയിരുന്നു ഈ ഒരു വൈബ്. ആശകളായിരം എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രേക്ഷകർ നല്ല രസമുള്ള ഒരു കുടുംബ ചിത്രം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു കുടുംബ ചിത്രമായിരിക്കും. ഹരിഹരനും ആശയും 2 മക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ വീടാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പോലെയുള്ള പലരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെയുള്ള, ആശകൾ 1000 ആഗ്രഹമുള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ചിത്രമായിരിക്കും. അതിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് മറ്റേ ജയറാമേട്ടന് അവിടെ എല്ലാ റൂം മാറിപ്പോയി. അങ്ങനെയല്ല, വലിയ അഭിനയിച്ച് ഞാൻ കള്ളു കുടിച്ചത് ഭാര്യയ്ക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോ വീട്ടിലേക്കുള്ള റൂമിലേക്കുള്ള വഴി അറിയാത്തോണ്ടാണ് റൈറ്റ് എന്ന് പറഞ്ഞത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഫണ്ണായിട്ട് തോന്നി ചേച്ചിയുടെ ആ ഡയലോഗ്. ആക്ച്വലി അങ്ങനെ പോകുന്ന സമയത്ത് റൈറ്റ് എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ജയറാമേട്ടനാണ് എന്നോട് പറഞ്ഞത് റൈറ്റ് എന്ന് പറയുമെന്ന്. അപ്പൊ ഷോർട്ടിനിടയിൽ പറഞ്ഞതാണ് അത്. അങ്ങനെ ഒരു നടന്നു പോകുമ്പോ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജയറാമേട്ടനാണ് എന്നോട് പറഞ്ഞത് റൈറ്റ്. അപ്പൊ എന്തായാലും ടീച്ചറൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫൺ, ഒരു വൈബ്, ഒരു പ്രത്യേക ഒരു വൈബ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അങ്ങനെയുണ്ട് ഒരു പരിപാടി, കടക്കട്ടെ. താങ്ക് യു. എന്താണ് പരിപാടി? യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഓക്കെ.
കുങ്കുമപ്പൂവിന്റെ 2ാം ഭാഗം വന്നാൽ പ്രൊഫസർ ജയന്തിയാകാൻ വീണ്ടും ആഗ്രഹമുണ്ട്. വന്നാൽ വരില്ല, കാരണം ജയന്തി ടീച്ചർ മരിച്ചുപോയല്ലോ. വന്നാൽ അഭിനയിക്കും. ഓക്കെ. ക്യാമറ ഫിയറിനേക്കാൾ സ്റ്റേജ് ഫിയർ ആണ് ഇന്നും കൂടുതൽ. വെരി മച്ച് ശരിയാ. അത് ഞാനും ഇവന്റ് ഹോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും സ്റ്റേജ് കേറി പിന്നെ കുഴപ്പമില്ല. സ്റ്റേജ് നമ്മൾ ഇമ്മീഡിയറ്റ് റിയാക്ഷനും അത്രയും ആൾക്കാർ ക്രൗഡിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം. പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റേജിൽ. അപ്പം കാലൊന്ന് മടങ്ങിയാൽ, കാലിലൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കഴിഞ്ഞു. അപ്പൊ അതെല്ലാം എപ്പോഴും ഒരു ഫിയർ ആണ്. നത്തിങ് ഷുഡ് ഹാപ്പൻ, മര്യാദയ്ക്ക് കളിച്ചിറങ്ങണേ എന്നുള്ളൊരു ഫിയർ ചെയ്തിറങ്ങുന്ന ടൈം വരെ ആ ഒരു 2 മണിക്കൂർ ഭയങ്കര ഒരു ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ടെൻഷൻ ഉണ്ട്. തുടങ്ങിയാ പിന്നെ നമ്മൾ അറിയില്ല, പക്ഷെ അത് എപ്പോഴും നമ്മുടെ ഒരു മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ വരുന്ന റൂമേഴ്സ് കേട്ട് ചിരി വരാറുണ്ട്. ചിരി വരാറെന്ന് വെച്ചാൽ ന്യൂട്രൽ ആണ്. അങ്ങനെ ചിരിക്കേണ്ട കാര്യമാണെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് ആലോചിക്കും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഭയങ്കര ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. ഇപ്പൊ ഖെദ്ദ തന്നെ OTT വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നു എന്ന് അറിഞ്ഞത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഖെദ്ദ ഇറങ്ങുന്നു എന്നുള്ളത്. പിന്നെ എന്നെ മനോരമയെന്ന് വിളിക്കുമ്പോഴാണ്, മനോരമയിൽ ഇങ്ങനെ OTT മനോരമ മാക്സിൽ നമ്പർ 1 ആണെന്ന് പറയുമ്പോഴാണ് ഞാൻ ഖെദ്ദ വന്നു എന്ന് അറിഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷനോ ബാക്കിയുള്ളതോ എന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലുപരി ഞാനൊരു വാട്സപ്പ് പേഴ്സണും കൂടെ അല്ല. ഞാൻ വളരെ കുറച്ച് മാത്രം. എനിക്കൊരാൾ വാട്സപ്പ് അയച്ചാൽ ചിലപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അതുപോലും ഉള്ളൊരു അത്രയും ഒരു മൊബൈൽ അങ്ങനെ എപ്പോഴും ഉള്ള ഒരാള്, അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ വലിയധികം സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊന്നും അധികം ബാധിക്കാറില്ല. പിന്നെ ഞാൻ വല്ലാണ്ടൊക്കെ പറയുമ്പോൾ ഇത് എന്തെന്ന് ആലോചിക്കാറുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈക്ക് ചേച്ചിയും ഹസ്ബൻഡും ശരത്തേട്ടനും കൂടെ നിന്നപ്പോ ചേച്ചി ഇങ്ങനെ എഴുതിയിടുമ്പോ അത് ഞാനല്ല മിക്കവാറും പങ്കും ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് പങ്കു തന്നെ ഫോട്ടോ ഇടുന്നു, പങ്കു തന്നെ എന്റെ അക്കൗണ്ടിൽ കയറി ഇത് കേൾക്കുമ്പോ പങ്കിന് ഞാൻ ഒന്നും സഹായിക്കത്തില്ല. മറ്റേ ഇപ്പൊ ചില അമ്മമാർക്ക് ബർത്ത്ഡേ സ്റ്റേറ്റസ് ഇടാൻ അറിയില്ലാത്തപ്പോഴത്തേനും ഹാപ്പി ബർത്ത്ഡേ മോളേന്ന് എനിക്ക് എഴുതി തരുമോ. ഏകദേശം അങ്ങനെയൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊന്നും കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. അതുകൊണ്ട് വലിയ നെഗറ്റിവിറ്റി അങ്ങനെ ഒന്നും ചേച്ചിന് അങ്ങനെ അല്ല. എനിക്ക് അങ്ങനെ അല്ലാത്തോണ്ട് ചിലപ്പോ ഞാൻ അറിയാറുമില്ല. ഓക്കെ. ദൃശ്യത്തിലെ കഥാപാത്രം വന്നത് കൊണ്ടാണ് നായികയായി മലയാളത്തിൽ രാശി വന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൃശ്യത്തിൽ എന്ന് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിനു മുമ്പ് ചെയ്ത ചിത്രം ഉള്ളത് കൊണ്ടാണ്, കർമ്മയോധ എന്ന് പറഞ്ഞ അങ്ങനെയും ചിത്രങ്ങൾ കൊണ്ടല്ലേ ദൃശ്യത്തിൽ വന്നത്. അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ. ചില മീഡിയ ക്വസ്റ്റ്യൻസ് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല. ചില സൗഹൃദങ്ങൾ പിന്നീട് ജീവിതത്തിൽ ദോഷം ചെയ്തിട്ടുണ്ട്? അതുണ്ട്. യെസ്. അതിന് എന്താ പഠിച്ചേ? പാഠം എന്താ പഠിച്ചേ? അങ്ങനെ പാഠം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പും ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെ ബ്രേക്ക് ചെയ്യാറില്ല, മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ഇപ്പൊ അവരൊരാള് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എൻഡ് ചെയ്തു, നമ്മളിനി അവരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവാന്ന് ഉള്ളിൽ നമ്മൾ അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരൊരു അവസ്ഥ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമുക്കൊരു ആവശ്യത്തിന് വേണ്ട ഒരു സമയത്ത് നമുക്ക് ചെയ്യാതെ, നമുക്ക് കൂടെ നിൽക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വേദനിക്കും. പക്ഷെ അത് പിന്നീട് നമ്മൾ ആലോചിക്കും, ചിലപ്പോൾ അത് അവരുടെ അവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് ആലോചിച്ച് സ്വയം ആശ്വസിക്കും. ചേച്ചി ഇങ്ങനെ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അല്ല, എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കുറച്ച് ഫ്രണ്ട്സ്, ഇവരെല്ലാം എണ്ണാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഭയങ്കര സമയമെടുത്ത് ആലോചിച്ച്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ പതുക്കെ ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൗഹൃദത്തിലേക്ക് പോവാറില്ല. അങ്ങനെ ഇരുന്നാണ് അതൊരു സുഹൃത്തായി മാറുന്നത്. അങ്ങനെ വളരെ കുറവ് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ദൃശ്യം ഓരോ ഷൂട്ട് നടക്കുമ്പോഴും പലരും ക്ലൈമാക്സ് പറഞ്ഞു തരാമോ എന്ന് സീക്രട്ട് ആയിട്ട് മുമ്പിലിരിക്കുന്ന ആള് ചോദിച്ചല്ലോ. ഞാൻ സീക്രട്ട് അല്ല, പബ്ലിക് ആയിട്ട്. വീട്ടില് മക്കള് ചോദിച്ചിട്ടില്ലേ? പങ്കു അമ്മ ഒന്നും ചോദിച്ചിട്ടില്ല? അമ്മും പങ്കൊന്നും അങ്ങനെ ചോദിക്കാറ്. ഞാൻ അങ്ങനെ കഥയുടെ ഈവൻ ദൃശ്യം 1 കഥ പോലും ക്ലൈമാക്സ് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് ശരത്തേട്ടൻ കാണുമ്പോഴാണ്. ശരത്തേട്ടൻ ആക്ച്വലി ദൃശ്യം 1 ഡബ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഡബിങ്ങിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ, ഡബ് ചെയ്യുമ്പോൾ ജിത്തു സാറും ഞാനും കൂടെ ശരത്തേട്ടന്റെ പുറത്തിരുത്തിയിട്ടാണ് ഞങ്ങൾ ഡബ് ചെയ്തത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഇവർക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി, അമ്മ പറഞ്ഞു ഞാനൊക്കെ അങ്ങനെ ക്ലൈമാക്സ് എന്താന്ന്
അറിയണം താല്പര്യം. ഭയങ്കര സിനിമ ക്രിട്ടിക്സ് ആണ് ഇവരൊക്കെ, ഭയങ്കരമായിട്ട്. ഞാനൊന്നല്ല, ഇവരാണ് എല്ലാ സിനിമകൾ കാണുന്നത്. എന്റെ മാത്രം ടോട്ടൽ സിനിമകൾ കാണുന്നത്. അതെങ്ങനെ ഇതിങ്ങനെ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ പറ്റി പറഞ്ഞ് അടി കൂടുന്ന ആൾക്കാരാണ് അമ്മും പങ്കുമൊക്കെ. എന്നാൽ അതെന്താ അങ്ങനെ ഇങ്ങനെ, നമ്മൾ വല്ലൊരു സിനിമ ചെയ്ത് നിങ്ങൾ അടി കൂടണ്ട, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും കഥ അറിയണമെന്ന് താല്പര്യമില്ല. ചോദിക്കാറില്ല, ആരും ചോദിക്കാറില്ല. വീട്ടിൽ ആർക്കും ആർക്കും അറിയില്ല. ഇത്രയും രഹസ്യം എങ്ങനെ ഓക്കെ. യു ആർ വെരി സ്ട്രിക്റ്റ് വിത്ത് യുവർ സെൽഫ്. ഐ എം വെരി സ്ട്രിക്റ്റ് മൈസെൽഫ്. വെരി സ്ട്രിക്റ്റ് മൈസെൽഫ് എന്ന് വെച്ചാൽ അങ്ങനെ ഡിസിപ്ലിൻഡ് ഒന്നല്ല, പക്ഷെ ഞാൻ എന്റെ കാര്യത്തിൽ എനിക്ക് അതങ്ങനെ വേണം ഇതിങ്ങനെ വേണം എന്നല്ല. എന്റെ കാര്യത്തിൽ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. ഓക്കെ ഓക്കെ. വാർഡ്രോബിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള കോസ്റ്റ്യൂം സാരി തന്നെയാണ്. അതെ. യെസ്. വെറൈറ്റി സാരി പ്രാന്താണെന്ന് അമ്മ ചോദിക്കും. നിനക്ക് ആരെങ്കിലും സാരിയിൽ കൈവശം തന്നിട്ടുണ്ടോ ആശയം? സാരി മേടിക്കുകയും ചെയ്യും, ഒരു ആവശ്യമില്ലാതെ സാരി മേടിക്കുകയും ചെയ്യും. ഈ ചേച്ചിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉടുക്കാൻ അറിയാം. സാരി ഉടുക്കാൻ അറിയാം. കുങ്കുമപ്പൂല് മുഴുവൻ സാരി ഞാൻ തന്നെ എടുത്തത്. 850 സാരി ഉടുത്തിട്ടുണ്ട് കുങ്കുമപ്പൂല്. ഇപ്പൊ വാർഡ്രോബിലൊക്കെ അല്ലേ. ലാസ്റ്റ് ഞങ്ങൾ ഒരു ദിവസം ഹോം ടൂർ ഒക്കെ ചോദിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഹോം ടൂർ തന്നെ. തീർച്ചയായിട്ടും. കണ്ടോ, തീർച്ചയായും റെക്കോർഡഡ് ആണ്. അപ്പൊ ആശി ചേച്ചി നമുക്ക് ഹോം ടൂർ. അദ്ദേഹത്തിന് സന്തോഷം വിളിച്ചത് ആശിച്ചി അല്ല, അങ്ങനെ വിളിക്കും. ആശിച്ചി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറയും, മോനെ ഞാൻ ഇവിടെ അല്ല, ദുബായിലാണ്. ചേച്ചി ഇപ്പൊ നാട്ടിലാണല്ലോ. അപ്പൊ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ നാട്ടിലാണ്, പക്ഷെ ഞാൻ പ്രോഗ്രാമിന് വന്നാണ്, നാളെ കഴിയുമ്പോ തിരിച്ചു പോകും. പിന്നെ ചിലപ്പോ വിളിക്കുമ്പോ ഷൂട്ടിലായിരിക്കും വിളിക്കും. പറയും, ഞങ്ങൾ ആവശ്യമില്ലാത്തത് ഒന്നും ചോദിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നോ ചോദിക്കും. അല്ല, ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കില്ല. ഞങ്ങളൊന്ന് വന്നോട്ടെ, ഞാൻ വരും, പക്ഷെ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വരാം എന്ന് പറയും. അങ്ങനെ സംഭവിച്ചത് ഇന്നാണ്. ഓക്കെ. ഇനി ഒരു ദിവസം ഞങ്ങൾക്ക് ഹോം ടൂറും കൂടെ തരണം. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ സന്തോഷിപ്പിച്ചു കളയാം. അതെ, ഇവിടെ ഇല്ലേ പങ്കുവിന്റെ മറ്റേ റിസപ്ഷന്റെ ഇതൊക്കെ നടന്നത് അപ്പുറത്തെ സൈഡിലാണ്. റിസപ്ഷൻ അല്ല, ഹൽദി ഒക്കെ. അപ്പോഴും നിങ്ങൾ ആരും ഇവിടെ കിടന്ന് നിങ്ങള് ആരൊക്കെയോ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. ഞാൻ വീഡിയോ കണ്ടതാ, റീലി കണ്ടതാ. ഞാനല്ല, ഞാൻ വന്നിട്ട് കോമ്പൗണ്ടിൽ നിന്ന് ആരൊക്കെയോ വീഡിയോസിലൂടെ ഈ ഏരിയ ഞാൻ ഗേറ്റ് വന്നപ്പോ നല്ല പരിചയമുള്ള മിറ്റങ്ങള്. ഒരു പരിചയമില്ല, നമ്മളത് വളരെ പേഴ്സണൽ ആയിട്ട് നടത്തിയ ഒരു ഫംഗ്ഷൻ ആണ്. കുറച്ച് പിന്നെ നമ്മൾ വീട്ടിന്റെ അകത്തുനിന്നൊക്കെ ഓരോരുത്തർ ക്യാമറ ഇട്ടിരിക്കും. നമ്മൾ നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പം ചിലവർ ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ഒരു ഫ്യൂണറൽ ആയിക്കോട്ടെ, ഇപ്പൊ മാരേജ് ആയിക്കോട്ടെ, ഇങ്ങനെ സെലിബ്രിറ്റീസിന് ഒരു ഒട്ടും ഫ്രീഡം അല്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല. എവിടെ നിങ്ങൾ വന്നാലും ക്യാമറാസ്. അത് ചേച്ചിനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചേച്ചിക്ക് അത് മാറ്റണമെന്ന് തോന്നിയ ഒരു ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫണ്ണായിട്ട് തോന്നും, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പെയിൻഫുൾ ആയി തോന്നും. അതായത് ഈ മരണസമയത്തൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണ്. കാരണം നമ്മൾക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത്. ആ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമാണ് ആ ഇമോഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ക്യാമറയും ആ ബഹളവും ഒക്കെ ശരിക്കും വേണ്ടാത്തൊരു കാര്യമാണെന്ന് തോന്നാറുണ്ട്. കാര്യം ഇത് കഴിഞ്ഞും ഇത് കാണുമല്ലോ, ഈ അനുഭവിക്കുന്ന ആളും ഇത് കഴിഞ്ഞിട്ട് ഇത് കാണും. ചിലപ്പോൾ അവർ അച്ഛനായിരിക്കാം, ചിലപ്പോൾ സഹോദരനായിരിക്കാം. അത് വീണ്ടും അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കലും അത് കാണലൊരു വേദനയുള്ള കാര്യമാണ്. ഈ ഒരു മരണ സിറ്റുവേഷനിൽ അത് വേണ്ടാന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആശകളായിരം എന്തായാലും കണ്ടിട്ട് നമുക്ക് സക്സസിന് ഇതുപോലെ തന്നെ സക്സസ് ആകുമ്പത്തേന് ഹോം ടൂർ, ചായ മാത്രം. അതിനൊരു കാര്യമുണ്ട്, ഇവിടെ താത്തി നിർത്തി അരമണ്ടലം നിർത്തി ഡാൻസും കൂടെ കളിക്കണം, കളരിയാണ്. അങ്ങനെയാണെങ്കിലും അരമണ്ടലൊക്കെ അറിയാം. അപ്പൊ ഇരുത്തി പഠിപ്പിക്കും. ഓക്കെ, അതൊക്കെ ഒരു ദിവസമല്ലേ സ്ഥിരമായിട്ട് ചേരണം എനിക്ക് ആഗ്രഹം. എല്ലാരും കേട്ടല്ലോ അല്ലേ? പറഞ്ഞ എല്ലാരും ഇവിടെ എന്നൊക്കെ ക്ലാസ് ഉള്ള എന്നൊക്കെ? ഇവിടെ ശനി, ഞായർ, ബുധൻ, വെള്ളി. അതിൽ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ക്ലാസ്. ഒരു ദിവസമുള്ളോ? ഓക്കെ. എന്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞ റെക്കോർഡിംഗ്. എനിക്ക് ഇങ്ങനെ പറയാലോ, ഞാൻ ആശ ചേച്ചിയുടെ അമ്മയുടെ അടുത്ത പഠിക്കുന്നത്. റെക്കോർഡാണ്, റെക്കോർഡാവും. ഇത് കേൾക്കുന്നതിന്റെ ഭർത്താവിന്റെ എനിക്ക് മനസ്സിലാഗ്രഹം. മുഴുവൻ പറയും. ഭർത്താവ് ഷാൽബി. ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പറയും മുഴുവൻ. ഡാൻസ് പഠിപ്പിക്കാൻ പോട്ടോ, ഇത് റെക്കോർഡഡ് ആണ്.
ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ അതുകൊണ്ട് ഇത്ര കോൺഫിഡന്റ്. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തോ ഒരു ചെറിയൊരു ആഗ്രഹം. പഠിക്കൂ. എന്തോ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തും ആയിക്കോട്ടെ, അത് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമുക്ക് സഫലീകരിക്കാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ശ്രമം ഉണ്ടാവണം. എത്ര പേരെ ഇവിടെ പഠിക്കുന്നതെന്നറിയോ? ഇവിടെ പഠിക്കുന്നതിൽ 60 വയസ്സുള്ളവർ പഠിക്കുന്നവരുണ്ട്. അവരെ മനസ്സിൽ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ല കൂടുതൽ വീട്ടമ്മമാരാണ്. അവരെ മോഹം കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വീട്ടുജോലിക്ക് പോകുന്ന ചേച്ചിമാരും ഒന്ന് പഠിക്കുന്നുണ്ട്, കുടുംബശ്രീയിലെ ജോലി കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ മോളെ. പഠിക്കുമ്പോ അവരുടെ ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ്. ആലോചിച്ചാൽ മതി. ജസ്റ്റ് കം ആൻഡ് ജോയിൻ. ഇവിടെ തന്നെ വേണമെന്നല്ല, എവിടെയാണെങ്കിലും പഠിക്കുക. ആശകൾ 1000 ആവട്ടെ, ആശകൾ 1000 സഫലമാവട്ടെ. യെസ്, നാക്ക് പൊന്നാവട്ടെ. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.